സംവാദത്തിൻ്റെ ആദ്യ 3 ഘട്ടങ്ങളും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി സദസ്സിൽ നിന്നുള്ള ആളുകളുടെ ചോദ്യത്തിനുള്ള മറുപടിയാണ്. ചോദ്യങ്ങൾ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. 2 കൂട്ടർക്കും ഞാൻ ചോദ്യം കൊടുത്തിട്ടില്ല ഇതുവരെയും. ഓരോ ആളും ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു തുടങ്ങുന്ന ആ സമയത്ത് ഞാൻ ചോദ്യം കൈമാറുന്നതായിരിക്കും. ആദ്യം ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് ജബ്ബാർ മാഷാണ്. 1/2 മണിക്കൂറാണ് അദ്ദേഹത്തിന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ളത്. തീർച്ചയായും 2 കൂട്ടരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മുഴുവൻ ചോദ്യങ്ങളും വായിച്ച് ഉത്തരം പറയുക എന്നുള്ളതാണ്. ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവാതെ ഇരിക്കാൻ അത് ഉതകുമെന്ന് വിചാരിക്കുന്നു. സമയം ഒരു പ്രശ്നമാണ്. പറയാനുള്ള കാര്യങ്ങൾ തന്നെ കുറേ ബാക്കി കിടപ്പുണ്ട്. ഈ കുറേ ചോദ്യങ്ങൾ. ജനാധിപത്യത്തെ എതിർക്കാൻ മൗദൂദി സ്റ്റാലിനെ കൂട്ടുപിടിച്ചു എന്ന് താങ്കൾ സൂചിപ്പിച്ചു. അതെന്താണ്? ഭരണരീതിക്ക് ഇസ്ലാം മാതൃകയാക്കാവുന്നത് സ്റ്റാലിൻ്റെ കാലത്താണ് പറയുന്നത്. റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് എന്ന ഒരു പ്രസ്താവന മൗദൂദി നടത്തിയതായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ചോദ്യോത്തര പങ്ക്തിയിൽ അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം വായിച്ചിട്ടുണ്ട്. അതിനകത്ത് വായിച്ചിട്ടുണ്ട്. കൃത്യമായി റെഫറൻസ് തരാൻ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. 2, യുക്തിവാദം പ്രതിനിധാനം ചെയ്യുന്ന സാംസ്കാരിക പുരോഗതി എന്താണ്? മാതാവും മകനും തമ്മിൽ, പിതാവും മകളും ഇതൊരു 40 കൊല്ലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഞാനതിന് മറുപടി പറയണോ? പറഞ്ഞ് ഞാൻ മടുത്തതാണ്. അതുകൊണ്ടാണ് എനിക്ക് പറയാൻ ഇനിയും മടിയുണ്ട്. അതുകൊണ്ട് ചോദിച്ചത് ഇതിന് മറുപടി പറഞ്ഞിട്ടാണ് എനിക്ക് ഒരിക്കൽ ഇരുമ്പിൻ്റെ കസേര കൊണ്ടൊരു തല്ല് കിട്ടി 2 ആഴ്ച മെഡിക്കൽ കോളേജിൽ കിടന്നു. ചോദ്യം എന്താണ്? യുക്തിവാദികൾ പ്രതിനിധാനം ചെയ്യുന്ന സാംസ്കാരിക പുരോഗതി എന്താണ്? മാതാവും മകനും തമ്മിൽ, പിതാവും മകളും തമ്മിലുള്ള ലൈംഗികതയെ യുക്തിവാദിയും എങ്ങനെ നോക്കിക്കാണുന്നു? ഞങ്ങൾ ഈ ലൈംഗികതയെ നോക്കിക്കാണലില്ല. അത് നോക്കിക്കാണാൻ നടക്കുന്ന ആളുകൾ അവിടുത്തെ സദാചാര പോലീസുകാർ. അവർക്ക് അതാണ് പ്രധാന ജോലി. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് മങ്കടയിൽ നടന്നതൊക്കെ അങ്ങനെയുള്ള നോക്കിക്കാണാൻ നടക്കുക. ഇത് മാത്രമാണ് സദാചാരമെന്ന് വിശ്വസിക്കുന്ന വളരെ വളരെ പ്രാകൃത അവസ്ഥയിലുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ പ്രാകൃതത്വത്തിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണിത്. ഈ ചോദ്യത്തിന് ഞാൻ അന്ന് ഉത്തരം പറഞ്ഞത് നബിമാരുടെ പാരമ്പര്യം പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ടാണ് എനിക്ക് തല്ല് കിട്ടിയത്. ഞാനത് പറയണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ലൈംഗികത എന്ന് പറയുന്നത് എന്താ? അതാണോ മനുഷ്യൻ്റെ സാംസ്കാരിക പുരോഗതിയുമായി ബന്ധപ്പെട്ട കാര്യം? അതാണോ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട കാര്യം? ലൈംഗികത എന്ന് പറയുന്നത് എല്ലാ ജന്തുക്കളിലും, പ്രത്യേകിച്ച് ലൈംഗിക പ്രജനനം നിലനിൽക്കുന്ന ഉയർന്ന തരം എല്ലാ ജന്തുവർഗങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട ജൈവ ചോദനയാണ് ലൈംഗികത. അത് ഒരു പാപമല്ല. ഭക്ഷണം കഴിക്കുന്നത് പോലെ, ഉറങ്ങുന്നത് പോലെ, മലമൂത്ര വിസർജനം നടത്തുന്നത് പോലെയുള്ള ഒരു ജൈവിക ചോദനയാണ് ലൈംഗികത എന്ന് പറയുന്നത്. ആ ലൈംഗികതയെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നിടത്ത് അടിസ്ഥാനപരമായി നേരത്തെ പറഞ്ഞ മനുഷ്യൻ്റെ സാമൂഹികമായ ഒരു നീതിബോധമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൈകാര്യം ചെയ്താൽ മതി. എല്ലാ കാര്യവും അങ്ങനെ തന്നെ. ലൈംഗികത മാത്രമല്ല, ഭക്ഷണം കഴിക്കുന്നു, മൂത്രമൊഴിക്കുന്നു ഒക്കെ അങ്ങനെ തന്നെ. മൂത്രമൊഴിക്കൽ പാപമാണെന്ന് നിങ്ങളാരും വിശ്വസിക്കുന്നില്ല, ഞാനും വിശ്വസിക്കുന്നില്ല. പക്ഷേ ഞാൻ ഇവിടെ നിന്നിട്ട് നിങ്ങളെ മുഖത്ത് കൂടെ മൂത്രമൊഴിച്ചാൽ എന്താ സ്ഥിതി? അത് പാപമാണ്. അതുപോലെ തന്നെ ലൈംഗികത 2 ആൾ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പാപമല്ല. പക്ഷെ ആ ബന്ധപ്പെടൽ സമൂഹത്തിൽ മറ്റൊരു വ്യക്തിക്കോ അല്ലെങ്കിൽ ജനിക്കാൻ പോകുന്ന അടുത്ത തലമുറയ്ക്കോ, സമൂഹത്തിൻ്റെ പൊതു നിലനിൽപ്പിനോ, സമൂഹത്തിൻ്റെ പൊതു സുസ്ഥിതിക്കോ, പ്രകൃതിക്കോ ആർക്കും ഒരു ദോഷവും ഇല്ലാത്ത രീതിയിലാണെങ്കിൽ ആ ലൈംഗികതയെ നമ്മൾ ഉയർത്തി നോക്കേണ്ട കാര്യമില്ല. ആ നോക്കാൻ പോകുന്നതാണ് ഏറ്റവും വലിയ സദാചാര വിരുദ്ധത എന്നാണ് അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. മനുഷ്യത്വത്തിൻ്റെ മകുടോദാഹരണങ്ങളായി വാക്കുകളിൽ ജീവിക്കുന്ന നിങ്ങൾ നടത്തുന്ന അനാഥ അഗതി മന്ദിരങ്ങൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്തൊക്കെയാണ് സാർ? എന്തൊക്കെയാണ്? ഇതിൻ്റെ ഒരു മറുപടി ആണ് ഞാൻ കഴിഞ്ഞ ആഴ്ച 2ാം വട്ടവും ഫേസ്ബുക്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ
എന്താണ് നന്മ, എന്താണ് വലിയ നന്മ, എന്താണ് ഏറ്റവും വലിയ നന്മ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ കൊടുത്തുകൊണ്ട് ഒരു കുറിപ്പ് ഞാൻ എഴുതിയിരുന്നു. അത് വായിച്ചിരുന്നെങ്കിൽ ഈ ചോദ്യത്തിന് എനിക്ക് ഉത്തരം വേറെ പറയേണ്ടി വരുമായിരുന്നില്ല. ഞാനത് വേണമെങ്കിൽ ആവർത്തിക്കാൻ സമയക്കുറവ് കൊണ്ടാണ്. ഇപ്പോൾ ഞാനതിൽ പറഞ്ഞ ഒരു ഉദാഹരണമാണ്. ഒരു പ്രദേശത്ത്, ഒരു മുനിസിപ്പാലിറ്റിയിൽ വേനൽക്കാലത്ത് പെട്ടെന്ന് വാട്ടർ സപ്ലൈ നിലച്ചു പോകുന്നു. കുടിവെള്ളം കിട്ടാതെ ആളുകളെല്ലാം കഷ്ടപ്പെടുന്നു. ആ സമയത്ത് ഒരു മുനിസിപ്പാലിറ്റിയിലെ ഒരു വാർഡിലെ ഒരാൾ, അയാളുടെ കിണറ്റിൽ മാത്രം കുറച്ച് വെള്ളമുണ്ട്, അയാൾ ആ വെള്ളം എടുത്തിട്ട് തൊട്ടടുത്തുള്ള ഒരു 4 വീട്ടുകാർക്ക് വിതരണം ചെയ്യുന്നു. അയാൾ ചെയ്യുന്നത് ഒരു നല്ല ജീവകാരുണ്യ പ്രവർത്തനം. വേറെ ഒരാൾ ആ വാർഡിൽ മെമ്പറാവാൻ മത്സരിക്കാൻ നടക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ്. അയാൾ കുറേ ദൂരെ നിന്ന് ഒരു വണ്ടിയൊക്കെ വിളിച്ച് ഒരു ടാങ്കറിൽ കുറേ വെള്ളം കൊണ്ടുവന്നിട്ട് അയാളുടെ വാർഡിൽ കുറച്ച് ആളുകൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുന്നു. അതിന് ചെറിയൊരു പൈസയും അയാൾ കൈപ്പറ്റുന്നു, ലേശ ലാഭം ഉണ്ടാക്കി കീശയിലിടുന്നു. രാഷ്ട്രീയക്കാരനാണ്. അയാൾ ചെയ്യുന്നതും ഒരു വലിയ സാമൂഹ്യ നന്മ. വേറൊരാൾ ആ സ്ഥലത്തുണ്ട്. അയാൾ എന്തു ചെയ്യുന്നു? ഈ വാട്ടർ സപ്ലൈ നിലയ്ക്കാനുള്ള കാരണം എന്താണ് എന്ന് അന്വേഷിച്ച് വാട്ടർ അതോറിറ്റിയിലും അതുമായി ബന്ധപ്പെട്ട ഓഫീസുകളിലുമൊക്കെ കയറി ഇറങ്ങുന്നു. ഇയാൾ കയറി ഇറങ്ങുന്ന കാര്യം ആരോടും പറയുന്നില്ല. ഇയാളുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് അയാളതെല്ലാം ചെയ്യുന്നത്. അവസാനം അയാൾ അവിടെ പോയി ഇവിടെ പോയി എഞ്ചിനീയറെ ചീത്ത പറഞ്ഞ്, മുനിസിപ്പാലിറ്റിയിൽ പോയി അവരെ ചീത്ത പറഞ്ഞു, ഉദ്യോഗസ്ഥന്മാരെ ചീത്ത പറഞ്ഞ്, പ്രശ്നം അവർ തമ്മിലുള്ള എന്തോ പ്രശ്നത്തിൻ്റെ പേരിൽ ഇതിൻ്റെ സാങ്കേതിക തകരാറുകൾ നീക്കം ചെയ്യാൻ വൈകുന്നതാണ് ഇതിന് കാരണം എന്ന് മനസ്സിലാക്കി വേണ്ടപ്പെട്ടവരെല്ലാം പോയി ചീത്ത പറഞ്ഞിട്ട് അവസാനം ഒരു 2-3 ദിവസം കൊണ്ട് അയാൾ ഈ പ്രശ്നം പരിഹരിക്കുന്നു. ആ മുനിസിപ്പാലിറ്റിയിൽ എല്ലാവർക്കും വെള്ളം കിട്ടുന്നു. അയാൾ ഇങ്ങനെ പോയ കാര്യം അയാൾ നാട്ടുകാരോട് പറയുന്നില്ല. അയാൾ അതിൻ്റെ പേരിൽ പൈസ പിരിക്കുന്നില്ല. അയാൾ ഒന്നും ചെയ്യുന്നില്ല. അയാൾ സ്വന്തം നിലക്ക് പോയി ഇതെല്ലാം ചെയ്ത് അയാൾ മിണ്ടാതെ അയാളുടെ വീട്ടിൽ വന്നിരിക്കുന്നു. അയാളെക്കുറിച്ച് ആ നാട്ടുകാർക്കുള്ള അഭിപ്രായം, ഒന്നിനും കൊള്ളാത്തൊരു ചങ്ങായി, വെറുതെ വേറെ നടക്കുന്നു ചങ്ങായി. അതേപോലെയാണ് ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നന്മയാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഞങ്ങളുടെ ബുദ്ധിമുട്ടും അത് തന്നെയാണ്. ഞങ്ങൾ ചെയ്യുന്ന നന്മയുടെ ഫലം ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ആ കായ പറിച്ച് ഞങ്ങൾ തിന്നൂല. ചിലപ്പോൾ ഞങ്ങളെ മക്കൾക്കും തിന്നാൻ കിട്ടിയെന്ന് വരില്ല. പക്ഷേ ഞങ്ങളെ മക്കൾക്കോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തുള്ളവർക്കോ ചിലപ്പോൾ നിങ്ങളെ കുട്ടികൾക്കോ ഒക്കെ അതിൻ്റെ ഫലം കുറേശ്ശെ കിട്ടിയെന്നിരിക്കും. ഞങ്ങളാരും ആ ഫലം ഞങ്ങൾ സ്വർഗത്തിലെ ഹൂറികളെ മോഹിച്ചിട്ടല്ല ഇത് ചെയ്യുന്നത്. ഇഹലോകത്ത് ഞങ്ങൾക്ക് കിട്ടുന്ന സ്വർഗം എന്താ നിങ്ങൾക്കൊക്കെ അറിയാം. തല്ലും ഇടിയും ഏറും ചീത്തവിളിയും തെറിവിളിയും അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു പ്രതിഫലവും ഇല്ല. ഇസ്രായേലിൽ നിന്ന് പൈസ വരുന്നുണ്ട് എന്നൊക്കെ ഇവർ പറയുന്നത്. കിട്ടിയാൽ നന്നായിരുന്നു, നമുക്ക് കിട്ടുന്നില്ല. അമേരിക്കയിൽ നിന്നൊക്കെ ഡോളർ വരുന്നുണ്ടെന്ന് പറയുന്നത്. നമ്മളെ പോക്കറ്റിലെ പൈസ എടുത്തിട്ടായി ഇടപാട്. ടീയെ പോലും വാങ്ങാതെയാണ് വിശ്വനാഥൻ ഡോക്ടറും ഞാനും ഒക്കെ നടക്കുന്നത്. അപ്പോൾ അതാണ് നന്മ തിന്മയെക്കുറിച്ചുള്ള ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്. കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ഓരോ ചോദ്യത്തിനും ഓരോ മണിക്കൂറെങ്കിലും വേണം ഉത്തരം പറയണമെങ്കിൽ. പിന്നെ ഇതൊക്കെ നമ്മൾ യൂട്യൂബിൽ 1-2 ഈ വിഷയം തന്നെ, നമ്മൾ ധാർമ്മികത എന്താണെന്നുള്ളതിൻ്റെ വിഷയത്തെക്കുറിച്ച് തന്നെ 2-3 പ്രസൻറ്റേഷൻ എൻ്റെ തന്നെ യൂട്യൂബിലുണ്ട്. 1.5 മണിക്കൂർ 2 മണിക്കൂർ നീളമുള്ള. വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ആവശ്യമുള്ളവരാണ് ചോദിച്ചതെങ്കിൽ അത് കണ്ടാൽ ഏകദേശം മനസ്സിലാവും. 4-ാം മാസത്തിൽ എല്ലാം എഴുതി വെച്ച് തുടങ്ങി വിധിവിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം പരിഹസിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ മനുഷ്യ ശരീരം എന്ന പുസ്തകത്തിൽ ഒരു മനുഷ്യൻ്റെ ബീജാഭാവം തുടങ്ങിയ മുതൽ ആയുസ് എന്ന നരബാധിക്കും ഏതു തരത്തിലുള്ള നിറം എല്ലാം മനുഷ്യൻ്റെ ജീനിൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്നു എന്നിങ്ങനെ പറയുന്നു. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതും ഇതുമായിട്ടൊരു ബന്ധമില്ല. വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഞാനിവിടെ നടത്താൻ പോകുന്ന പ്രസംഗം എൻ്റെ ജനിതക കോഡിൽ നേരത്തെ എഴുതി വെച്ചു എന്നുള്ളത് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അത് എൻ്റെ തലച്ചോറിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ഞാൻ ആർജിച്ച അറിവും എനിക്ക് എൻ്റെ സഹജമായിട്ടുള്ള യുക്തിബോധവും വികാരങ്ങളും എല്ലാം ചേർന്ന് ഞാൻ സ്വമേധയാ അവിടെ എൻ്റെ തലച്ചോറ് രൂപപ്പെടുത്തിയ അല്ലെങ്കിൽ എൻ്റെ സാഹചര്യങ്ങൾ രൂപപ്പെടുത്തിയ ഒരുപാട് ഘടകങ്ങളും കൂടെ ചേർന്നിട്ട് എൻ്റെ ചിന്തയുടെ ഒരു ഉൽപ്പന്നം എന്ന നിലക്കാണ് എൻ്റെ ആശയങ്ങൾ ഞാൻ അവതരിപ്പിക്കുന്നത്. അത് ഞാൻ ജനിക്കുന്നതിന് മുമ്പേ തയ്യാറാക്കി വെച്ചിരുന്നു എന്ന് പറയുന്നത് അസംബന്ധമാണ് എന്ന് ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ അറിയാം. അത് അസംബന്ധമല്ല. അങ്ങനെ നേരത്തെ ഇതെല്ലാം മറ്റാരോ നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ മറ്റാരോ രേഖപ്പെടുത്തി വെച്ചതാണെങ്കിൽ ഞാനിതൊക്കെ ചെയ്തതിന് എന്നെ പിടിച്ച് നരകത്തിലിടുന്ന ആളെയാണ് നിങ്ങൾ നീതിമാൻ എന്ന് വിളിക്കുന്നതെങ്കിൽ നീതി എന്ന വാക്കിന് എന്താണ് അർത്ഥം എന്ന് എനിക്ക് പിടികിട്ടിയിട്ടില്ല. ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു.
ഭൂരിഭാഗം ആളുകൾ ശരിയെന്ന് പറയുന്നതാണ് ജനാധിപത്യമെങ്കിൽ യാഥാസ്ഥിതിക മതകുടുംബത്തിൽ ജനിക്കുകയും സാമൂഹികമായി ഒറ്റപ്പെടുകയും ചെയ്യുന്ന മതപരമായ സൗകര്യങ്ങളും സാമൂഹികങ്ങളും ഉപയോഗപ്പെടുത്തുന്നതിന് വിശ്വാസിയായി അഭിനയിക്കുകയല്ലേ യുക്തി. യുക്തി അതാണ്. പക്ഷേ യുക്തി എന്താണോ, ജീവിക്കാനുള്ള യുക്തി എന്താണോ അത് പറഞ്ഞു നടക്കുന്നവരെയാണ് നിങ്ങൾ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന യുക്തിവാദികൾ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. ഒരാളുടെ യുക്തിക്കനുസരിച്ച് അയാൾക്ക് ഈ സമൂഹത്തെയൊക്കെ പറ്റിച്ച് ജീവിക്കാം. ഇപ്പോൾ സായിബാബ ഒരു നല്ല യുക്തിവാദിയായിരുന്നു, അമൃതാനന്ദമയി യുക്തിവാദിയാണ്, പാണക്കാട്ട തങ്ങളും യുക്തിവാദിയാണ്. അങ്ങനെ നമുക്ക് യുക്തിവാദി എന്നുള്ള ലേബലില്ലാത്ത ഒരുപാട് യുക്തിവാദികൾ നമുക്ക് ചുറ്റും ഉണ്ട്. അവരൊക്കെ അവരുടെ കാര്യത്തിനാണ് അവരുടെ യുക്തി ഉപയോഗിക്കുന്നത്. പക്ഷേ അവരാരും നമ്മുടെ യുക്തിവാദി സംഘത്തിൻ്റെ മീറ്റിങ്ങിൽ വന്നിട്ട് ഞങ്ങൾ പ്രസംഗിക്കാൻ സമ്മതിക്കാറില്ല. അവരുടെ വാദം അത് യുക്തിയാണ്, പക്ഷേ അത് സാമൂഹിക വിരുദ്ധമായിട്ടുള്ള യുക്തിയാണ്. സാമൂഹിക വിരുദ്ധമായ യുക്തിയെ നമ്മൾ സമൂഹത്തിൽ പ്രസരിപ്പിക്കാനില്ല. അങ്ങനെയുള്ള യുക്തിയുള്ളവർ ഒരിക്കലും, ഞാൻ നേരത്തെ പറഞ്ഞ നടുക്കണ്ടത്തിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ വിശ്വാസത്തിൻ്റെ ഒഴുക്കിൽ നിങ്ങളുടെ കൂടെയാണ് അവരൊക്കെ ഉണ്ടാവുക. അത് നിങ്ങൾ സൂക്ഷിച്ചാൽ മതി. ഞങ്ങളുടെ കൂടെ അങ്ങനത്തെ യുക്തിവാദികൾ കേരളത്തിലും ഇന്ത്യയിലൊന്നും ഇപ്പോൾ വരാൻ സാധ്യതയില്ല. കാരണം ഇവിടെ വരുന്നത് ലാഭക്കച്ചവടം അല്ലാത്തതുകൊണ്ട് യുക്തിയുള്ളവർ ഒരിക്കലും ഇതിന് ഞങ്ങളുടെ കൂടെ ആ കാര്യത്തിനായിട്ട് വരില്ല. ഇവിടെ വരുന്നത് തീർത്തും നിസ്വാർത്ഥരായിട്ടുള്ള ശരിയായ സാമൂഹ്യ ബോധവും നീതിബോധവും ഉള്ള ആളുകൾ മാത്രമേ ഇവിടെ പ്രവർത്തനത്തിന് രംഗത്ത് വരികയുള്ളൂ. അല്ലാത്ത യുക്തിവാദികളൊക്കെ നിങ്ങളുടെ അപ്പുറം ഇരിക്കുന്നുണ്ടാവും. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. മനുഷ്യരെ ഉന്മൂലനം ചെയ്യുക എന്നൊരു സംഗതി ഉണ്ടാവുന്നത് ഒരാളുടെ സ്വേച്ഛ താല്പര്യങ്ങൾ മൂലമല്ലേ? അവിടെ മതവും രാഷ്ട്രീയവും വംശീയവും വർഗീയവുമായ സംഗതികൾ ഒരു പ്രവർത്തിക്കു വേണ്ടി ഉടപിടിക്കുകയല്ലേ ചെയ്യുന്നത്. മനുഷ്യരിലെ അത്തരം വാസനകളെ മാറ്റിയെടുക്കാൻ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും സ്വാധീനിക്കുന്ന ഒരു സംഗതി എന്ന നിലക്ക് മതം ഒരു സാധ്യതയല്ലേ? അതിൻ്റെ നേരെ തിരിച്ചുള്ള സാധ്യതയാണ് ഞാൻ രാവിലെ ആദ്യം പ്രസൻറ്റേഷനിൽ അവതരിപ്പിച്ചത്. മനുഷ്യനിൽ ജന്മസഹജമായി കിട്ടിയ നന്മയെപ്പോലും മരവിപ്പിക്കുന്ന വിഷമായി മതം പ്രവർത്തിക്കുന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഞാൻ ചിത്രങ്ങളായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. പിഞ്ചുകുട്ടികളെ സ്കൂളിൽ കയറി വെടിവെച്ച് കൊല്ലാൻ ഒരു മതവിശ്വാസിക്ക്, തക്ബീർ വിളിച്ചുകൊണ്ട് വെടിവെച്ച് കൊല്ലാൻ ഒരു മതവിശ്വാസിക്ക് സാധ്യമാകുന്നത് അയാളുടെ നീതിബോധത്തിൻ്റെ അടിസ്ഥാനം ഈ മതവിശ്വാസത്തിൻ്റെ സിദ്ധാന്തങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം ആയതുകൊണ്ടാണ്. കാരണം അയാൾ ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടാവുക അയാൾ വെടിവെച്ച് കൊന്ന 200 കുട്ടികളും അതോടെ സ്വർഗത്തിലേക്ക് പോകും. അങ്ങനെയാണ് കുട്ടികളൊക്കെ മരിച്ചാൽ സ്വർഗത്തിൽ പോകുന്ന വേറെ ഒരു കൗലുണ്ട്. അതനുസരിച്ച് അവർ വെടിവെച്ച് കൊന്ന 100 കുട്ടികൾ നേരെ സ്വർഗത്തിലേക്ക് പോകും. പിന്നെ ഇഹലോക ജീവിതം വെറും പരീക്ഷണവും വെറും ഞാൻ നേരത്തെ പറഞ്ഞ കബളിപ്പിക്കലുമാണല്ലോ. ആ കബളിപ്പിക്കലിൻ്റെ ചതിക്കുഴിയിൽ നിന്ന് ഇത്രയും കുട്ടികളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അള്ളാഹ്ക്കും വേണ്ടിയിട്ട് ഇവിടെ ഭീതി പരത്തുക എന്ന ഇസ്ലാമിക ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി ആ കർമ്മം ചെയ്തതിൻ്റെ ഫലമായിട്ട് ഈ വെടിവെച്ച ജിഹാദികളും സ്വർഗത്തിൽ പോകും. അപ്പം വെടിവെച്ചവരും സ്വർഗത്തിൽ, വെടികൊണ്ട് മരിച്ചവരും സ്വർഗത്തിൽ. അങ്ങനെ വിശ്വസിച്ചുകൊണ്ടാണ് ഈ നീചകർമ്മം അവർ ചെയ്തിട്ടുണ്ടാവുക. അപ്പം മതം സഹജമായ മാനുഷികതയെപ്പോലും മരവിപ്പിക്കുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. അത്തരം സന്ദർഭങ്ങളെ മാത്രമാണ് ഞങ്ങൾ വിമർശനത്തിന് വിധേയമാക്കുന്നത്. ആരുടെയെങ്കിലും മതവിശ്വാസമോ ദൈവവിശ്വാസമോ അയാളെ സാമൂഹ്യമായ ഒരു നീതി പ്രവർത്തിക്കാനാണ് പ്രേരിപ്പിക്കുന്നതെങ്കിൽ ആ വിശ്വാസത്തെ ഞങ്ങൾ ആരും എതിർക്കാറില്ല. ഞങ്ങളിതിൻ്റെ ദൂഷ്യവശങ്ങൾ മാത്രമേ തുറന്നു കാണിക്കാറുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ നന്മകളുണ്ടെങ്കിൽ ആ നന്മകൾ മതമില്ലാതെ തന്നെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നന്മകൾ ആര് പറഞ്ഞാലും എവിടെ കണ്ടാലും അതൊക്കെ സ്വീകരിച്ച് അതെല്ലാം സ്വീകരിക്കുക എന്നുള്ള മനോഭാവമേ ഞങ്ങൾക്കും ഉള്ളൂ. ബുദ്ധിയുടെ സ്വതന്ത്രമായ വിനിയോഗത്തിലൂടെയും ആലോചനയിലൂടെയും അന്വേഷണത്തിലൂടെയും കണ്ടെത്തുന്നതും അടിച്ചേൽപ്പിക്കപ്പെടാത്തതും അബദ്ധത്തിൽ പെട്ടുപോകാത്തതുമായ ജീവിത ദർശനം ആണ് തന്നെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ അന്വേഷണങ്ങൾക്കും പ്രാപഞ്ചിക വൈരുദ്ധ്യതകൾക്കും തൃപ്തികരമായ മറുപടി നൽകുന്നതുമായാൽ ആ ദർശനത്തെ താങ്കൾക്ക് അംഗീകരിക്കാൻ സാധിക്കുമോ? ചോദ്യം ക്ലിയർ അല്ല. ഞാൻ എൻ്റെ പ്രസൻറ്റേഷനിൽ അവസാനം അതിനൊരു സ്ലൈഡ് ഉണ്ടായിരുന്നു. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്,
മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ലോകാവസാനം വരെ ഒരു ഒറ്റമൂലി ദർശനം, അങ്ങനെ ഒരു സങ്കല്പമേ അസംബന്ധമാണ്. മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പലതാണ്, അത് പുതിയതാണ്, മാറിക്കൊണ്ടിരിക്കുന്നതാണ്, അതിൻ്റെ കാരണങ്ങൾ വിവിധങ്ങളാണ്. ഓരോ പ്രശ്നങ്ങൾക്കും അനേകം കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങളെ കണ്ടെത്തി ഓരോ പ്രശ്നങ്ങളും പ്രശ്നാധിഷ്ഠിതമായി പരിഹരിച്ച് നിർദ്ധാരണം ചെയ്ത് ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് അല്പം കൂടി നാളെ മെച്ചപ്പെടുത്തുക എന്നതല്ലാതെ ലോകാവസാനം വരെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഇതാ കിടക്കുന്ന ഒരു ദർശനം ഒറ്റമൂലി എന്ന സിദ്ധാന്തം തന്നെ തെറ്റാണ്. അങ്ങനെ ഒരു സിദ്ധാന്തമുണ്ട് എന്ന വിശ്വാസമാണ് മതങ്ങൾക്കും മാർക്സിസ്റ്റുകാർക്കും ഒക്കെ പറ്റിയ അബദ്ധം. മതം പോലെ തന്നെ മതേതര മാർക്സിസം പോലെയുള്ള ദർശനങ്ങളും അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും ഇതിൽ കൂടെ പരിഹരിക്കാമെന്ന ഒരു അന്ധവിശ്വാസം അങ്ങനെയില്ല. പ്രശ്നങ്ങൾ പലതാണ്, പ്രശ്നങ്ങളുടെ കാരണങ്ങൾ പലതാണ്. ഇന്നത്തെ പ്രശ്നങ്ങളല്ല നാളത്തെ പ്രശ്നങ്ങൾ, ഇന്നലത്തെ പ്രശ്നങ്ങളല്ല ഇന്നത്തെ പ്രശ്നങ്ങൾ. പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, മാലയായി വന്നുകൊണ്ടിരിക്കും. സാമൂഹ്യ ജീവിതം ഇന്ന് ട്രൈബൽ കാലഘട്ടത്തിൽ നിന്നും ഗ്ലോബൽ കാലഘട്ടത്തിലേക്ക് വികസിച്ച ആധുനിക സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രശ്നങ്ങൾ അത്യന്തം സങ്കീർണമായ അനേകം പ്രശ്നങ്ങളാണ് മുമ്പിൽ വന്ന് നൃത്തം ചെയ്യുന്നത്. ആ പ്രശ്നങ്ങളെല്ലാം കൂടെ അങ്ങ് ഒറ്റയടിക്ക് പരിഹരിക്കാനുള്ള ഒരു ഒറ്റമൂലി ദർശനവും ആരുടെ കയ്യിലുമില്ല. അത് മനുഷ്യ സാധ്യമല്ല, പ്രകൃതിക്ക് പോലും സാധ്യമല്ലാത്ത ഒരു കാര്യമാണ് അത് എന്ന് മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടത്. പിന്നെ എങ്ങനെയാണ് യുക്തിവാദികൾ ദർശനം ഉണ്ടാക്കുന്നത്? യുക്തിവാദികളുടെ മുമ്പിലേക്ക് നിങ്ങളൊരു പ്രശ്നം ഇട്ടുക, ആ പ്രശ്നം ഇട്ട് എന്നാൽ യുക്തി ഉപയോഗിച്ചിട്ട് നമ്മൾ ആ പ്രശ്നത്തിൻ്റെ കാരണങ്ങൾ കണ്ടെത്തും, ആ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരം നിർദ്ദേശിക്കാം. അങ്ങനെ നമുക്ക് ഓരോ പ്രശ്നങ്ങളും കൂട്ടായി പരിഹരിച്ച് മുന്നോട്ട് പോകാം. ജനാധിപത്യം ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനവും അഭിപ്രായവുമാണ് ജനാധിപത്യം എന്നത് സാധ്യമായ ഒരു രാഷ്ട്രീയ സംവിധാനമായതുകൊണ്ടാണ് നമ്മളത് സ്വീകരിച്ചത്. പക്ഷേ അത് ഏറ്റവും വലിയ അപകടമാണ് എന്ന് ഇപ്പോൾ ഇന്ത്യയിൽ തെളിഞ്ഞല്ലോ. എന്താ തെളിഞ്ഞത്? ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം, രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനം മതമായാൽ ഭൂരിപക്ഷ മതക്കാർക്ക് ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വരാം. 2/3 ഭൂരിപക്ഷമുണ്ടെങ്കിൽ അവർക്ക് ഭരണഘടന മാറ്റാം. ജനാധിപത്യത്തെയും മതേതരത്വത്തിൻ്റെയും ഒക്കെ മരം വെട്ടി തള്ളിയിട്ടിട്ട് അവർക്കത് മതരാഷ്ട്രമാക്കി മാറ്റാം. അപ്പോൾ ജനാധിപത്യം എന്ന കോണി നമ്മൾ വെച്ചു കൊടുത്തു, മതരാഷ്ട്രീയത്തെ നമ്മൾ ന്യായീകരിച്ചു. ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പറഞ്ഞത് മതരാഷ്ട്രീയമാണ് ശരിയെന്നാണ്. അത് തന്നെയാണ് നരേന്ദ്രമോദിയും കൂട്ടരും പറഞ്ഞത്. നമ്മളത് മാത്രം ശരിയെന്ന് ഇവർ പറഞ്ഞാൽ പോരാ, അവരതും ശരിയാണെന്ന് അവർ പറഞ്ഞു. അവർക്ക് ഈ രാജ്യത്ത് ഭൂരിപക്ഷമുണ്ട്, അവർ ഈ ഏണിമ കൂടെ കയറി അധികാരത്തിൽ വന്നു. നാളെ മതേതരത്വത്തിൻ്റെ മരം വെട്ടി വീഴ്ത്തി കഴിഞ്ഞു, ഏറെക്കുറെ വീഴാറായി. ജനാധിപത്യത്തിൻ്റെ മരവും വീഴും. അങ്ങനെ നമ്മുടെ ജനാധിപത്യം തന്നെ നമുക്ക് തലക്ക് കിട്ടിയ പാരയടിയായിട്ട് മാറുന്നു. എന്താ കാരണം? ജനാധിപത്യ രാഷ്ട്രീയ സംവിധാനം ഏർപ്പെടുത്താൻ പാകമാകാത്ത, സാംസ്കാരികമായി പാകപ്പെടാത്ത ഒരു അപരിഷ്കൃത സമൂഹത്തിൻ്റെ മേൽ രാഷ്ട്രീയ സംവിധാനം വെച്ച് കെട്ടിയതിൻ്റെ ദുരന്തം. ആ പാകമാക്കൽ പ്രക്രിയയാണ് സാംസ്കാരിക രംഗത്ത് നമുക്കൊക്കെ ഏറ്റെടുക്കാനുള്ളത്. ജമീമിനും എനിക്കും നിങ്ങൾക്കൊക്കെ ഏറ്റെടുക്കാനുള്ളത്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുക. ജനാധിപത്യത്തെയും മതേതരത്വത്തെയും നിലനിർത്തിക്കൊണ്ട് ഈ രാഷ്ട്രത്തിൻ്റെ സാമൂഹ്യ ധാർമ്മിക മൂല്യങ്ങളെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുമോ എന്ന് പരിശ്രമിക്കാം. ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളിൽ 51A ആർട്ടിക്കിൾ 51A പറയുന്നു, ജനങ്ങളിൽ ശാസ്ത്രബോധവും യുക്തിബോധവും പിന്നെ പരിഷ്കരണ ത്വരയും വളർത്തുക എന്നത് ഇന്ത്യയിലെ ഓരോ പൗരൻ്റെയും ഡ്യൂട്ടിയാണ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ് എന്ന്. ആ ഡ്യൂട്ടി നിർവഹിക്കുന്ന ഒരു ചെറിയ വ്യക്തിയാണ് ഞാൻ. ആ ഡ്യൂട്ടി നിർവഹിക്കുന്ന ഒരു ചെറിയ പ്രസ്ഥാനമാണ് ഞങ്ങളുടേത്. അഫ്ഗാനിസ്ഥാനിലും ഫ്രാൻസിലും അക്രമികൾ ഉപയോഗിച്ച ആയുധങ്ങൾ വിദേശ നിർമ്മിതമാണ്. ആയുധം കയ്യിലുള്ള ഇരുമ്പ് വിദേശത്തുള്ളതോ മറ്റേ രാജ്യത്ത് എവിടുന്ന് വന്നു എന്നുള്ളതൊന്നുമല്ല പ്രശ്നം. ആയുധം നിരപരാധിയാണ്. ആ ആയുധം പ്രയോഗിക്കുന്ന മനസ്സാണ് എവിടുന്ന് വന്നു എന്നുള്ളതാണ് ഞാൻ ഇവിടെ പരിശോധിച്ചത്. ആയുധം കിട്ടുന്നിടന്നൊക്കെ വാങ്ങും, അത് പലരും കൈകാര്യം ചെയ്യും, അതൊക്കെ ശരിയാണ്. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞ തന്നെയല്ല, ഇസ്രായേലും അമേരിക്കയും ഇങ്ങനെ ആക്കുകയാണെന്നല്ല. എന്തിനാണ് അതിന് നിന്ന് കൊടുക്കുന്നത്? അങ്ങനെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും തോന്നിയമാതിരി നാടകം കളിക്കാൻ ഉള്ള ഒരു ടൂളായിട്ട് മാറാൻ മാത്രമേ നിങ്ങളുടെ മതമുള്ളൂ എങ്കിൽ ഈ അള്ളയും ഈ റസൂലൊക്കെ പിന്നെ എന്തിനാണ് ഈ മതം ഉണ്ടാക്കിയത്? അമേരിക്കയെ അവിടെ കൊണ്ടുവന്ന് കുടിയിരുത്തിയതാരാ?
ഇറാഖ് കുവൈത്തിനെ ആക്രമിച്ച സമയത്ത് നമ്മളെ മുസ്ലിം രാജ്യങ്ങൾ തമ്മിലുള്ള ചെറിയൊരു ഇഷ്യൂ അല്ലേ? നിങ്ങൾക്ക് മുസ്ലിം രാജ്യങ്ങൾക്ക് പരിഹരിക്കാമായിരുന്നല്ലോ. എന്തിനാ നിങ്ങൾ അമേരിക്കനായിട്ട് വിളിച്ചു വരുത്തിയിട്ട് അവിടെ താവളം ഒരുക്കി കൊടുത്തത്, സൗദി അറേബ്യയിൽ താവളം ഒരുക്കി കൊടുത്തത്? ആ അമേരിക്കയല്ലേ ഇറാഖിൽ അക്രമം നടത്തിയത്? ആ അമേരിക്കയല്ലേ ഈ ആയുധ കച്ചവടം ഏർപ്പാടുകളൊക്കെ അവിടെ നടത്തുന്നത്? അപ്പം മുസ്ലിങ്ങൾക്ക് അവരുടെ രാജ്യത്ത് നടക്കുന്ന ഒരു ചെറിയ പ്രശ്നം പോലും, അവർ തമ്മിലുള്ള ഒരു ചെറിയ പ്രശ്നം പോലും പരിഹരിക്കാൻ പറ്റാത്ത വിധം മുസ്ലിങ്ങൾ തമ്മിൽ തല്ലുകയാണ്. അവർക്ക് അവരുടെ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. അപ്പോൾ സിറിയയിൽ നിന്ന് ഈ അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ജീവന് കൊതിയുള്ളവരൊക്കെ എങ്ങോട്ടാ പോണത്? നമുക്ക് സൗദി അറേബ്യക്ക് പോവാം, നമ്മളെ രാജ്യമല്ലേ. ഒരുത്തനും പോകുന്നില്ല, അവിടെ ഒരുത്തനും കയറ്റുന്നില്ല, ഒരു ഇസ്ലാമിക ഗൾഫ് രാജ്യത്തിലും കയറ്റുന്നില്ല. എവിടേക്കാ പോകുന്നത്? മര്യാദക്ക് വെള്ളം കുടിച്ച് ശ്വാസം വിട്ട് ജീവിക്കണമെങ്കിൽ യൂറോപ്പിലേക്കും സ്കാൻഡിനേവിയയിലേക്കും കയറി പോകണം എന്ന് എന്തുകൊണ്ടാണ് ഇസ്രായേലിലെ സാധാരണ മനുഷ്യർ ചിന്തിക്കുന്നത്? അത് ചിന്തിച്ചിട്ടാണ് മെഡിറ്ററേനിയൻ കടലിലേക്ക് അവർ 40 ആൾ കയറേണ്ട ബോട്ടിൽ 400 ആൾ കയറിയിട്ട് പോയി മുങ്ങി മരിക്കുന്നത്. ഇസ്ലാമിൻ്റെ കുറേ രാജ്യങ്ങൾ, സ്വർഗരാജ്യങ്ങൾ അവിടെ ഉണ്ടല്ലോ. ബ്രദർഹുഡിൻ്റെ ആൾക്കാരല്ലേ ഇസ്ലാം. എന്തേ നിങ്ങൾ ഈ അഭയാർത്ഥികൾക്ക് ഒരു 10 എണ്ണത്തിനെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയാൻ പോലും ആളില്ലല്ലോ. അതേസമയത്ത് അമേരിക്കയിൽ നിന്ന് സായിപ്പും മദാമിയും വന്നപ്പോൾ പരവതാനി വിരിച്ച് അവിടെ താവളം ഒരുക്കി കൊടുത്തില്ലേ നമ്മുടെ രാജാക്കന്മാർ? സൗദി അറേബ്യ, നമ്മുടെ കുവൈത്ത്, നമ്മുടെ UAE, നമ്മുടെ രാജ്യങ്ങളെല്ലാം ഇസ്രായേലുകാർക്കും യൂറോപ്പിൽ നിന്ന് വന്നവർക്കും നമ്മളെ കൊല്ലാൻ വന്നവർക്കും ഒക്കെ താവളം ഒരുക്കി കൊടുത്തവർക്ക് നമ്മുടെ രാജ്യങ്ങളിലെ അഭയാർത്ഥികൾക്ക് ഒരിറ്റ് വെള്ളം കൊടുക്കാനുള്ള മനോഭാവം എന്തുകൊണ്ടില്ല? ഷിയാക്കളുടെയും സുന്നികളുടെയും കാര്യം നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ. എല്ലാ പ്രശ്നങ്ങളും ജനാധിപത്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞല്ലോ. കൂടിയാലോചന നടത്തിയിട്ട് തീരുമാനമെടുക്കാമെന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടെന്ന്. ആര് കൂടിയാലോചിക്കും? അവിടെയാണ് പ്രശ്നം. എന്തുകൊണ്ടാ ഞാൻ നേരത്തെ പറഞ്ഞ 1-ാം ഗ്രൂപ്പിൽപ്പെട്ട സുന്നി വിശ്വാസി ഷിയാന്റെ പള്ളിക്ക് ജുമാക്ക് പോണത്? ഇപ്പോഴും എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുന്നു ഒച്ച, എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ വാർത്ത കാണുന്നു. പാകിസ്ഥാനിൽ, പിന്നെ ഇറാഖിൽ, അവിടെ ഇറാനിൽ, എല്ലായിടത്തും നമ്മൾ കേൾക്കുന്ന വാർത്ത എന്താ? സുന്നി പള്ളിയിൽ ബോംബ് പൊട്ടി, ഷിയാ പള്ളിയിൽ ബോംബ് പൊട്ടി, ജുമാ നിസ്കരിക്കുന്നവരൊക്കെ പൊട്ടിത്തെറിച്ചിട്ട് കഷ്ണമായിട്ടാണ് തിരിച്ചു പോണത്. എവിടെ തുടങ്ങിയതായത്? കൂടിയാലോചിക്കാൻ തുടങ്ങിയപ്പോൾ തുടങ്ങിയതാണ്. മുഹമ്മദ് നബി മരിച്ചു കിടക്കുമ്പോൾ ആ മയ്യത്ത് 3 ദിവസം അവിടെ കിടന്നു ഈച്ചയാർത്ത്. അത് സംസ്കരിക്കാൻ, അതിന് കാവൽ നിൽക്കാൻ ഒരൊറ്റ സഹാബി ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് ആട് തിന്നുപോയതൊക്കെ. ആയത്തൊക്കെ ആട് തിന്നുപോയത് ആ സമയത്ത്. ആള് മനുഷ്യനുണ്ടായിരുന്നില്ല അവിടെ. എന്താ കാര്യം? കൂടിയാലോചന. അവിടെ ഒന്ന് 5-6 സ്ഥലത്ത് കൂടിയാലോചന നടക്കുകയായിരുന്നു. ആ കൂടിയാലോചനയിൽ നിന്ന് തുടങ്ങിയ കുടിപ്പകയാണ് സുന്നി ഷിയ തർക്കം ഇന്നും പൊട്ടിത്തെറിക്കുന്നത്. മനസ്സിലായോ ഞങ്ങൾ? എന്തേ അള്ളാഹ്ക്ക് ഒരായത്തിറക്കി കൂടായിരുന്നില്ലേ? എങ്ങനെയാണ് കൂടിയാലോചിക്കാൻ ആളെ തിരഞ്ഞെടുക്കേണ്ടതെന്ന് ഖുർആനിൽ കാണിച്ചു തരിങ്ങളൊരായത്ത്. മുഹമ്മദ് നബിക്ക് ശേഷം ഇസ്ലാമിൻ്റെ ഖലീഫമാർ എങ്ങനെ തിരഞ്ഞെടുക്കണം, ആരായിരിക്കണം ഖലീഫമാർ, അവർക്ക് എന്തൊക്കെ യോഗ്യത ഉണ്ടായിരിക്കണം എന്ന് ക്ലിയർ കട്ടായിട്ട് വിശദീകരിക്കുന്ന ഒരായത്ത് ഖുർആനിലുണ്ടോ? ഒരു ഹദീസ് നബി പറഞ്ഞതുണ്ടോ? ഇല്ല. അള്ളാഹ് മറന്നുപോയി. നബി മരിച്ചാൽ ആയിഷനെ ആരും കെട്ടരുത് ആയത്തുണ്ട്. അത് അള്ളാഹ് മറന്നില്ല. കാരണം എന്താ? നബീൻ്റെ ബേജാറ് അതായിരുന്നു. നബീൻ്റെ ബേജാറിനപ്പുറം ഒരു ബേജാറും അള്ളാഹ്ക്കുമില്ല. അത് ഖുർആൻ വായിച്ച സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും. നബി ബേജാറായിരുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹ് ആയത്തിറക്കി. അങ്ങനെ ഒരു മതമായതുകൊണ്ടാണ് ആ മതത്തിൻ്റെ അനുയായികൾ ഇന്നും പരസ്പരം തമ്മിൽ ഇങ്ങനെ അടിച്ചു ചാവുന്നത്. അവർക്ക് അവരുടെ പ്രശ്നം പോയിട്ട് സ്വന്തം തലയിലെ തീ കെടുത്താൻ കഴിയാത്ത അവരെങ്ങനെ ലോകത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്നത്? അപ്പോൾ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ കൂടിയാലോചനയാണ്. പക്ഷേ ഇസ്ലാമിലെ കൂടിയാലോചന അല്ല. അതാര് കൂടിയാലോചിക്കണം, എങ്ങനെ കൂടിയാലോചിക്കണം, കൂടിയാലോചിക്കാനുള്ള സമിതികളെ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നതിനൊക്കെയുള്ള വ്യവസ്ഥാപിതമായ നിയമങ്ങളും ചട്ടങ്ങളും ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. ഖുർആൻ അള്ളാഹിൻ്റെ കിതാബിലില്ല. അതാണ് ജനാധിപത്യത്തിൻ്റെ പ്രത്യേകത. മതമില്ലാത്ത പ്രദേശത്തിൽ ഇസ്രായേൽ വരുമോ? ദുരന്തങ്ങൾ വിമാനാപകടങ്ങളുടെ രൂപത്തിൽ വരുന്നത് ഏത് മതത്തിൽപ്പെടുത്തും? പ്രകൃതി ദുരന്തങ്ങൾ മതകീയമാണോ? പ്രകൃതി ദുരന്തങ്ങളൊക്കെ അള്ളാഹ് ഉണ്ടാക്കുന്നത് എന്നാണ് നിങ്ങളെ ഖുർആനിൽ പറയുന്നത്. അത് അള്ളാഹിനോട് നമുക്ക് ചോദിച്ചു നോക്കാം, നിങ്ങൾ എന്തിനാ ഇമാതിരി ഗുരുത്തക്കടൊക്കെ കാട്ടുന്നതെന്ന്. ഒരു മറുപടി അർഹിക്കുന്ന ഒരു ചോദ്യമായി തോന്നാത്തതുകൊണ്ട് ഞാനത് വിടുകയാണ്. പിന്നെ നിങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതനിൽ നല്ലൊരു മാതൃകയുണ്ട്, അതന്നെയാണ് ഈ കുഴപ്പത്തിൻ്റെ എല്ലാം കാരണം എന്ന ഖുർആൻ വാക്യം അനുസരിച്ച് അദ്ദേഹത്തെ മാതൃകയാക്കി ജീവിച്ചാൽ ഒരു സാധാരണ വ്യക്തി സംസ്കാര സമ്പന്നനാവുകയില്ലേ? മറ്റു ആശയങ്ങളുടെ ആവശ്യം തന്നെ വരുന്നില്ലല്ലോ.
അവിടെ തന്നെയാണ് അടിസ്ഥാന പ്രശ്നം. ഞാൻ പറഞ്ഞല്ലോ, മുഹമ്മദ് നബിയുടെ ജീവിതം ഒന്നും ഇപ്പോൾ ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങളുടെ മനസ്സാക്ഷി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ സമൂഹത്തിൽ നിന്ന് കിട്ടിയ ഒരു സാമാന്യ നീതിബോധമുണ്ട്. ആ സാമാന്യ നീതിബോധം വെച്ചുകൊണ്ട് നിങ്ങൾ മുഹമ്മദ് നബിയുടെ ജീവിത ചരിത്രം ഒന്ന് വായിക്കുക. വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. ചരിത്രം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ഇവർ ഈ ഫാക്ടറി നടക്കുന്ന ചരിത്രമല്ല. ഇസ്ലാമിൻ്റെ ഒറിജിനൽ ചരിത്രമുണ്ട്, അടിയാധാരങ്ങളായിട്ട് കിടക്കുന്ന ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്. അതെടുത്തിട്ടൊന്ന് വായിച്ചു നോക്കുക, എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. ഞാൻ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. 6-ാം നൂറ്റാണ്ടിലെ അറേബ്യ മരുഭൂമിയിലെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വരണ്ട അറേബ്യ മരുഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു ഗോത്ര സമൂഹത്തിൻ്റെ ജീവിത പ്രശ്നങ്ങളും പയ്യാരങ്ങളും നേരിട്ട ഒരു മനുഷ്യൻ്റെ ജീവിതമല്ലാതെ ഒരു പരിഷ്കൃത സമൂഹത്തിന് സ്വീകാര്യമായിട്ടുള്ള യാതൊരു മാതൃകയും, കാര്യമായ ഒരു മാതൃകയും മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ പോലും കാണാൻ സാധ്യമല്ല. നിങ്ങൾ ആരെങ്കിലും ഇന്ന് 2-ാം ക്ലാസ് പഠിക്കുന്ന നിങ്ങളെ മകളെ ഒരു റിട്ടയർ എയർമാർഷക്ക് കല്യാണം കഴിച്ചു കൊടുക്കുമോ? നബീൻ്റെ ചര്യയാണ് എനിക്കത് എന്നും പറഞ്ഞിട്ട് നിങ്ങൾ പെണ്ണ് കാണാൻ പോവുമോ? അല്ലെങ്കിൽ നിങ്ങൾ പെണ്ണ് കാണാൻ ചെന്നാൽ പെണ്ണിൻ്റെ വാപ്പങ്ങളെ പിടിച്ച് തല്ലൂലേ? 6 വയസ്സായ 9 വയസ്സായ ഒരു പെൺകുട്ടിയെ നബീൻ്റെ ചര്യയാണെന്ന് പറഞ്ഞിട്ട് 53 വയസ്സായ ഒരാൾക്ക് നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കുമോ? 5 മിനിറ്റ് ബാക്കിയുള്ള ഇല്ല. എന്തുകൊണ്ടില്ല? നബിയുടെ ചര്യയല്ല നമ്മുടെ മനസ്സിലെ മാതൃക. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ ഒരു സംസ്കാരമുണ്ട്, ഒരു നീതിബോധമുണ്ട്. ആ നീതിബോധം അനുസരിച്ച് അത് തെറ്റാണ് എന്ന് നമുക്ക് തോന്നുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളിപ്പോൾ ആയിഷ പഠിച്ചിരുന്ന സ്കൂളിൽ പോയിട്ട് അവിടുത്തെ അഡ്മിഷൻ രജിസ്റ്റർ കട്ടുകൊണ്ട് പോവുക, ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്താൻ. ഇതുപോലുള്ള വ്യാഖ്യാനത്തിൻ്റെ ആളുകൾ ഇപ്പോൾ ആയിഷൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തിയിട്ട് അത് 6 അല്ലായിരുന്നു, 16 ആയിരുന്നു, 18 ആയിരുന്നു, 19 ആയിരുന്നു എന്ന് സ്ഥാപിക്കുന്ന വ്യാഖ്യാന ഫാക്ടറികളാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തുകൊണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തേണ്ടി വരുന്നു? കാലോചിതമല്ലാത്ത മാതൃകയാണ്. ഒരൊറ്റ ഉദാഹരണമേ ഞാൻ പറയുന്നുള്ളൂ, പ്രവാചകൻ്റെ ജീവിതത്തിൽ. പക്ഷെ ഞാൻ പ്രവാചകനെ കുറ്റം പറയില്ല, കാരണം അത് അന്നത്തെ ഗോത്ര മനുഷ്യൻ്റെ സംസ്കാരം അതാണ്. ആ സംസ്കാരത്തെ ലോകാവസാനം വരെ മാതൃകയാക്കണം എന്ന് പറയുന്ന അന്ധവിശ്വാസമാണ് നിങ്ങളെ ഇന്നും ഒരു പരിഷ്കൃത സമൂഹത്തിനൊപ്പം സഞ്ചരിക്കുന്നതിൽ നിന്ന് തടയുന്നത്. അതാണ് എനിക്ക് പറയാൻ. വിധിവിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, ഒരാളുടെ ഭാവി മുഴുവൻ അള്ളാഹു മുൻകൂട്ടി എഴുതി വെച്ചതാണല്ലോ. അങ്ങനെയെങ്കിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മറ്റു ആളുകളും മറ്റു ജനങ്ങളുടെയും നിർമ്മാതാവ് അള്ളാഹു തന്നെയല്ലേ? അള്ളാഹു തന്നെയെങ്കിൽ മുഴുവൻ മനുഷ്യരെയും നന്നായി സൃഷ്ടിക്കാമായിരുന്നില്ലേ? ഇത് നമുക്ക് അള്ളാഹിനോട് ചോദിക്കാം. ഞാൻ മറുപടി പറയേണ്ട ചോദ്യമല്ല. ഖുർആൻ സത്യമതമാണ്. അന്യമതങ്ങളെയും ദൈവങ്ങളെയും ആദരിക്കാനും ബഹുമാനിക്കാനുമാണ് ഖുർആനിൽ അള്ളാഹു പറയുന്നത്. ഇത് ജബ്ബാർ മാഷ് മറച്ചു വെക്കുന്നു. ഞാൻ ഖുർആനിൽ പറഞ്ഞ കാര്യം എടുത്ത് കാണിച്ചിട്ടുള്ളൂ. ഖുർആനിലൊരു കാര്യം ഞാൻ ഇവിടെ മറച്ചു വെച്ചിട്ടൊന്നുമില്ല. മറച്ചു വെക്കേണ്ട ആവശ്യം നിങ്ങളെല്ലാവരും ഇല്ലേ? തുറന്ന് കാണിക്കും. നിങ്ങൾ എത്രയോ കാര്യങ്ങൾ തുറന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ വല്ലതും ഒക്കെ ഒന്ന് എടുത്ത് കാണിക്കുന്നതല്ലേ ഉള്ളൂ. ഞാൻ എന്തെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുന്നു. ഖുർആനിലില്ലാത്ത ഒരു കാര്യം, ഹദീസിലില്ലാത്ത ഒരു കാര്യം, ഇസ്ലാമിലില്ലാത്ത ഒരു കാര്യം ഞാൻ നുണ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ താറടിക്കാൻ ശ്രമിച്ചിട്ടില്ല. എൻ്റെ മനസാക്ഷിക്ക് അനുസരിച്ച് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഞാൻ ചെയ്തിട്ടില്ല. ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു തെറ്റ് ഇന്ന് വരെ എൻ്റെ എതിരാളികൾ, എന്നെ നിരന്തരം തെറി വിളിക്കുന്ന എതിരാളികൾ പോലും ചൂണ്ടിക്കാണിച്ചിട്ടുമില്ല. ആകെ കൂടി ഞാനെന്തോ മലപ്പുറത്തെ മറ്റേ ഗർഭത്തിൻ്റെ കണക്ക് പറഞ്ഞിടത്ത് എന്തോ തെറ്റുപറ്റി എന്നുള്ളൊരു സംഭവമാണ്. അതൊന്നും ഇസ്ലാമുമായിട്ട് ബന്ധമുള്ള കാര്യമല്ല. മലപ്പുറത്തെ അവിഹിത ഗർഭത്തിൻ്റെ കണക്ക് പറഞ്ഞപ്പോൾ എന്തോ ലേശ എണ്ണം തെറ്റിയുടെ ഒരു കേസ് മാത്രമേ എന്നെക്കുറിച്ച് ഒരു ഫാക്ച്വൽ എറർ, ഞാൻ നടത്തിയിട്ടുള്ള വിമർശനങ്ങളിൽ ഒരു ഫാക്ച്വൽ എററായിട്ട് ഇന്ന് വരെ ചൂണ്ടിക്കാണിച്ചിട്ട് അതേ ഉള്ളൂ. അത് ഓർമ്മയിൽ നിന്ന് എടുത്ത് പറഞ്ഞപ്പോൾ ആ നമ്പർ ലേശം മാറിപ്പോയി, അത് അത്രേ ഉള്ളൂ. ഖുർആൻ 9:5 ബഹുദൈവ വിശ്വാസികളെ കാണുന്നിടത്ത് വെച്ച് കൊന്നുകളയണമെന്നൊരു വാചകം കാണുന്നു. ഈ ബഹുദൈവ വിശ്വാസികൾ ഹിന്ദുക്കളാണ്. വിശ്വാസികൾ പറയുന്നത് ഇത് യുദ്ധസമയത്ത് പറഞ്ഞതാണ് എന്നാണ്. എന്താണ് വാസ്തവം? യുദ്ധസമയത്ത് പറഞ്ഞതാണ്. എന്തിനാണ് യുദ്ധം ചെയ്യേണ്ടി വന്നത്? യുദ്ധത്തിലൂടെയാണോ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്? ഒരു യുദ്ധം കൂടി ഇസ്ലാമിലുണ്ടെന്ന് ഷമീം ഇവിടെ പറഞ്ഞു. ഞാൻ പറയുന്നു, ഒരു ദൈവം ഇറക്കിയ ഒരു മതത്തിൽ യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ ഉണ്ടാവാനേ പാടില്ല. മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ വാളെടുത്ത് വെട്ടിയിട്ടല്ല പരിഹരിക്കേണ്ടത്.
അതവിടെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അവിടെയാണ് എത്ര സങ്കീർണമായ പ്രശ്നമാണെങ്കിലും ജനാധിപത്യത്തിൻ്റെ മാർഗത്തിൽ, മാനവികതയുടെ മാർഗത്തിൽ പരസ്പരം ചർച്ച ചെയ്ത് നിർദ്ധാരണം ചെയ്ത് മുന്നോട്ട് പോവുക എന്നതാണ് ആധുനിക മനുഷ്യൻ്റെ സംസ്കാരം. അതുകൊണ്ട് യുദ്ധം ചെയ്യുമ്പോൾ പിരികേറ്റാനുള്ള ആയത്തുകൾ ഖുർആനിലുണ്ടെങ്കിൽ ആ പടച്ചോനെ ഈ നൂറ്റാണ്ടിന് ലോകത്ത് ആവശ്യമില്ല. ഖുർആൻ വായിച്ചാൽ അത് വിദ്യാഭ്യാസവും വിവേകവുമുള്ള ഒരാൾ എഴുതിയതാണെന്ന് ആരും വിശ്വസിക്കുന്നില്ല. പിന്നെ അത് ആര് എപ്പോൾ എങ്ങനെ എഴുതി? പ്രവാചകനും വിദ്യാഭ്യാസം ഇല്ല എന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഖുർആൻ വാചകങ്ങൾ എവിടുന്ന് വന്നു? എന്താ ഈ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ? യൂണിവേഴ്സിറ്റി പോയി പഠിച്ചാൽ മാത്രമേ വിദ്യാഭ്യാസമുള്ളൂ. നബീൻ്റെ കാലത്ത് ആരും യൂണിവേഴ്സിറ്റി പോയി പഠിച്ചില്ല. അവിടെ സ്കൂളും ഉണ്ടായിരുന്നില്ല, സാക്ഷരതാ ക്ലാസ് പോലും അന്ന മക്കത്തുണ്ടായിരുന്നില്ല. അന്നത്തെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താ? ആളുകൾ ഇങ്ങനെ യാത്രക്കാരായിരുന്ന നാടോടികളായിട്ടുള്ള ആളുകൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ വാമൊഴിയായിട്ട് അവരുടെ അറിവ് ഇങ്ങനെ പരസ്പരം കൈമാറുക. അങ്ങനെ അല്ലാതെ ലിഖിത രൂപത്തിൽ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന വലിയ ലൈബ്രറികളോ അല്ലെ അതൊന്നും അന്ന് അറേബ്യയിലെ നാടോടികളുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ കാലത്ത് ജീവിച്ച മുഹമ്മദിന് ആ കാലത്ത് അറിവ് കിട്ടാനുള്ള, അദ്ദേഹം 40 വയസ്സ് വരെ ജീവിച്ചിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് ഒരുപാട് ആളുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ കേട്ടറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണല്ലോ പ്രവാചകനായിട്ട് രംഗത്ത് വരുന്നത്. അള്ളാഹു ഇങ്ങോട്ട് പ്രവാചകനായിട്ട് ഇറക്കിയതാണെങ്കിൽ പ്രസവിച്ചതിൻ്റെ പിറ്റേന്ന് തന്നെ ആയത്ത് ഇറങ്ങണ്ടേ? ഇറങ്ങിയിട്ടില്ലല്ലോ. 40 കൊല്ലം അദ്ദേഹം ആർജിച്ച അറിവ്, അദ്ദേഹം അക്വയർ ചെയ്ത ചുറ്റുപാടിൽ നിന്ന് ആർജിച്ച അറിവ് അദ്ദേഹത്തിൻ്റെ മനസ്സിലിട്ട് അനലൈസ് ചെയ്തിട്ട് അദ്ദേഹം ആറ്റിക്കുറുക്കി പുറത്തേക്ക് വിട്ട സാധനങ്ങളാണ് ഖുർആനിലുള്ളത്. അതിന് വിദ്യാഭ്യാസം, അതിന് ഔപചാരിക വിദ്യാഭ്യാസം, യൂണിവേഴ്സിറ്റി ഡിഗ്രിയും സാക്ഷരതയൊന്നും ആവശ്യമില്ല. ആ കാലത്ത് അക്ഷരം പഠിച്ചിട്ട് അല്ല അറിവ് കൈമാറുന്നത്. വലിയ വലിയ കവികൾ പോലും അക്ഷരാഭ്യാസം ഉള്ളവരൊന്നും ആയിരുന്നില്ല. കവിതകൾ ഇങ്ങനെ വാമൊഴിയായിട്ട് ചൊല്ലുക, ആളുകൾ അതിങ്ങനെ കേട്ട് കാണാപ്പാഠം പഠിക്കുക, കാണാപ്പാഠം പഠിച്ചവരതിങ്ങനെ തലമുറയായിട്ട് പകർന്നു പോവുക. അങ്ങനെയായിരുന്നു അന്നത്തെ സാഹിത്യം പോലും. പിന്നെന്ത് വിദ്യാഭ്യാസം? നമ്മൾ ഒരു കാലഘട്ടത്തിൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കാതെ ഇന്നത്തെ അവസ്ഥ വെച്ചിട്ട് പറയുന്നതുകൊണ്ട് നബി അക്ഷരം പഠിച്ചില്ല, ഈ അക്ഷരം പഠിച്ചില്ല എന്നുള്ളൊരു യോഗ്യതയായിട്ട്, പ്രവാചകൻ്റെ യോഗ്യതയായിട്ട് പറയുന്നതിനെ നാണക്കെട. അതൊന്നും പറയരുത് ദയവായിട്ട്. ഇന്നത്തെ ഇത് കൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഞങ്ങളെ പ്രവാചകൻ്റെ ഏറ്റവും വലിയ യോഗ്യത എന്താ? മൂപ്പര് അക്ഷരം പഠിച്ചിട്ടില്ല. എന്തൊരു നാണക്കെട്ട വർത്താനാണത്? അതല്ലല്ലോ യോഗ്യത. അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു. ആ അറിവാണ് അദ്ദേഹം വാമൊഴിയായിട്ട് പകർന്നു നൽകിയത്. പക്ഷേ ഇനി ചോദ്യങ്ങൾ ബാക്കിയുണ്ടോ? സമയം ഏതാണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ബാക്കിയുള്ള ചോദ്യങ്ങൾക്ക് കൂടെ പെട്ടെന്ന് മറുപടി പറഞ്ഞു പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഒറ്റവാക്കിൽ ഉത്തരം പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ വിശദാംശങ്ങൾ പരമാവധി കുറച്ചുകൊണ്ട് ചോദ്യങ്ങൾ കവർ ചെയ്യുന്നതായിരിക്കും നല്ലത്. യുക്തിവാദികൾ ലൈംഗിക സംസ്കാരത്തെ എങ്ങനെ അത് തന്നെ. ഒരു പല്ലി പാറ്റയെ പിടിക്കാൻ പോകുന്നു. ഞാൻ ആ പാറ്റയെ പല്ലിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. ഏതാനും സമയം മാത്രം ആയുസ്സുള്ള ആ പാറ്റയെ ആ പല്ലിയിൽ ഭക്ഷണം മുക്കി രക്ഷിച്ചതിൻ്റെ നീതി യുക്തിവാദിത്തൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കും. ഈ യുക്തിവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാറ്റയെ രക്ഷിച്ചത് നീതിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നീതി തന്നെയാണ്. അത്രയേ ഉള്ളൂ. എനിക്ക് ജനാധിപത്യത്തിൽ എതിർക്കാൻ മൗദൂദി ഓക്കെ. അപ്പോൾ ശരി, ഓക്കെ. ഷമീമിന് കുറച്ചധികം ചോദ്യങ്ങളുണ്ട്. അരമണിക്കൂറിനുള്ളിൽ തീർക്കാൻ പരമാവധി ശ്രമിക്കുക. ഒരുപാട് ചോദ്യങ്ങളുണ്ട്, തീരൂല. ഇപ്പോഴും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ മാത്രമുള്ള സെഷനാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ നടന്നൊരു സ്വഭാവത്തിലുള്ള സംവാദം ആ ഒരു തലത്തിലേക്ക് നേരത്തെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വഴിമാറി പോയിട്ടുണ്ട്. പിന്നെ അത് എന്തായാലും ഒരു ആശാസ്യമായ രീതി അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ചോദ്യം 1, മുഹമ്മദിന് ഖുർആൻ പറഞ്ഞു കൊടുത്ത മലക്ക് ഒരു നല്ല മലക്കാണ് എന്നതിന് എന്ത് തെളിവാണുള്ളത്? ആ മലക്ക് കള്ളം പറഞ്ഞതാണെങ്കിലോ ആ മലക്ക് പറഞ്ഞ ഗ്രന്ഥത്തെ പിൻപറ്റുന്നതിൽ എന്ത് സാമാന്യ ബുദ്ധിയാണുള്ളത്? ആ മലക്ക് മലക്കാണെന്ന് അംഗീകരിച്ചാലല്ലേ ഈ ചോദ്യം വരൂ. അതുകൊണ്ട് നല്ല മലക്കോ ചീത്ത മലക്കോ എന്ന് ചോദിക്കുന്നതിന് അർത്ഥമൊന്നുമില്ല. മലക്കാണോ ഇത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ചോദ്യം ഉത്ഭവിക്കുന്നില്ല. 6-ാം നൂറ്റാണ്ടിൽ മുഹമ്മദിന് ലഭ്യമായ അറിവേ ഖുർആനിലുള്ളൂ. 21-ാം നൂറ്റാണ്ടിലെ ശാസ്ത്ര സാങ്കേതിക വിദ്യ അറിവ് ഖുർആനിൽ കാണില്ല. 21-ാം നൂറ്റാണ്ടിലാണ് ഖുർആൻ ഉണ്ടായതെങ്കിൽ 6-ാം നൂറ്റാണ്ടിൽ ഇറങ്ങിയ ഖുർആനേക്കാൾ ആധുനികവും ശാസ്ത്രീയവുമായ അറിവ് ഉൾക്കൊണ്ട് വ്യത്യസ്തമാകുമായിരുന്നില്ലേ? ആകുമായിരിക്കാം ചിലപ്പോൾ. 6-ാം നൂറ്റാണ്ടിൽ ആളുകൾക്ക് അറിയാവുന്ന മനസ്സിലാകാവുന്ന പിന്നെ ഉപമകളും ശാസ്ത്രങ്ങളും ഒക്കെ തന്നെയാണ് ഖുർആനിലുണ്ടാകുക.
പക്ഷേ പ്രശ്നം അക്കാലത്ത് അത്രേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതൊന്നുമല്ല. മാത്രമല്ല ശാസ്ത്ര സാങ്കേതിക വിദ്യ വിശദീകരിക്കാനൊന്നുമല്ല ഖുർആൻ വന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയോടുള്ള സമീപനം എന്താണെന്ന് പറയാൻ, ചരിത്രത്തോടുള്ള സമീപനം, അതുപോലെ ജ്ഞാനത്തോടുള്ള സമീപനം, ശാസ്ത്രത്തോടുള്ള സമീപനം. അല്ലാതെ 6-ാം നൂറ്റാണ്ടിൽ അറിയാവുന്ന ശാസ്ത്രം പോലും ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഇത്തരം ഇതെങ്ങനെയാണ് പ്രസക്തമാകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇതല്ല ഖുർആനിൻ്റെ വിഷയം. ഈ കാലത്ത് ഇറങ്ങിയിരുന്നെങ്കിൽ കുറേ കൂടി ആധുനികമായ അറിവുകൾ അതിൽ ഉൾക്കൊള്ളുമായിരുന്നില്ല എന്ന് ചോദിച്ചാൽ ഉൾക്കൊള്ളുമായിരുന്നിരിക്കാം. ഈ കാലത്ത് അങ്ങനെയൊന്നും ഇറങ്ങിയിട്ടില്ലല്ലോ, അതുകൊണ്ട് അതിന് മറുപടി പറയാനും പറ്റില്ല. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയാൽ എന്താണ് കുഴപ്പം? അത്തരം പ്രവൃത്തികൾ പിന്തുടരുന്നവരല്ലേ തീവ്രവാദികൾ? പ്രാർത്ഥനയിൽ എന്ത് ഉൾപ്പെടുത്തുന്നു? എനിക്ക് മനസ്സിലായിട്ടില്ല. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയാൽ എന്താണ് കുഴപ്പം? അത്തരം പ്രവൃത്തികൾ പിന്തുടരുന്നവരല്ലേ തീവ്രവാദികൾ? പ്രാർത്ഥനയിൽ തീവ്രവാദം എല്ലാവർക്കും ഉണ്ടെന്നാണോ ആരോപണം? അങ്ങനെയാണെങ്കിൽ അത് ഗുരുതരമായ, മുസ്ലിം സമൂഹത്തിന് നേരെയുള്ള ഗുരുതരമായൊരു ആരോപണമാണ്. ചോദ്യം വ്യക്തമല്ല, മറുപടി പറയാൻ പ്രയാസമുണ്ട്. തീവ്രവാദികൾ ഇന്ന് പ്രവർത്തിക്കുന്നതാണ് എല്ലാ ആളുകളും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നത് എന്നാണെങ്കിൽ ആ സമുദായത്തിൽ എനിക്ക് മെമ്പർഷിപ്പില്ല, ഞാൻ പുറത്താണ്. ഇത് പ്രത്യേകം വേറൊന്നുകൂടി പറയേണ്ടതുണ്ട്. നേരത്തെ ഉത്തരം പറയുമ്പോൾ മുഴുവനും ജബ്ബാർ മാഷ് വീണ്ടും സൗദി അറേബ്യ, സലഫ്, ഷീ, സുന്നി, ഇത് കുറേ കേൾക്കാനും ചിരിക്കാനും കൈയടിക്കാനും പറ്റുന്നല്ലാതെ ഞാൻ ആദ്യമേ എൻ്റെ നിലപാട് പറഞ്ഞാണ്. എന്നിട്ട് ഇത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും പറയുകയും ചെയ്യുന്നതിൻ്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇസ്ലാമിക പ്രവാചക സങ്കല്പപ്രകാരം ഭൂമിയിൽ മുഹമ്മദ് നബിക്ക് തൊട്ടു മുമ്പ് അയക്കപ്പെട്ട പ്രവാചകനാണ് യേശു അഥവാ ഈസാ നബി. നാം ഉപയോഗിക്കുന്ന BC എന്ന കലണ്ടറിന് കാരണക്കാരനായ വ്യക്തിയെക്കുറിച്ച് ഇടമറുക് പറഞ്ഞതുപോലെ അദ്ദേഹം ജീവിച്ചിരുന്നില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ? ജീവിച്ചിരുന്നു എന്ന് പറയാൻ ധൈര്യമുണ്ട്. എന്തിനാണ് ജീവിച്ചിരുന്നില്ല എന്ന് ഞാൻ പറയുന്നത്? ജീവിച്ചിരുന്നില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന ചോദ്യം എന്നോട് ചോദിക്കരുത്. ഇടമറുക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതിൻ്റേതായ തെളിവുകളും അവതരിപ്പിച്ചിട്ടുണ്ടാവാം. ആ പുസ്തകം ഞാനും വായിച്ചിട്ടുണ്ട്. ആണോ? സോറി, ആ സമയം കഴിഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ അത് പ്രസക്തമല്ലല്ലോ. അദ്ദേഹം ചിലപ്പോൾ ധൈര്യം ഉണ്ടെന്ന് പറയുമായിരുന്നു. അതിപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പറയുകയാണ്. താങ്കൾ ആദ്യം പറഞ്ഞു ഞാൻ ജമാഅത്തെ ഇസ്ലാമിയെ പ്രതിനിധീകരിച്ചല്ല സംസാരിക്കുന്നത്, ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചാണെന്ന്. സംവാദം മുന്നോട്ട് പോയപ്പോൾ താങ്കൾ പറയുന്നു ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായവും അറിവും മാത്രമാണ്, ഞാൻ പറയാത്തതിന് ഞാൻ ഉത്തരം പറയാൻ ബാധ്യസ്ഥനല്ലെന്നും പറഞ്ഞു. ഇസ്ലാമിനെ പ്രതിനിധീകരിച്ച് സംസാരിക്കുമ്പോൾ ഇസ്ലാം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതല്ല, അതുകൊണ്ട് ചോദ്യത്തിന് അർത്ഥമില്ല എന്നൊക്കെ പറയുന്നത് ഒരു ഒന്നാം തരം ഗതികേടല്ലേ? ഇസ്ലാമിനെ പറ്റി ഞാൻ മനസ്സിലാക്കിയതായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മുഴുവനും ഞാൻ മറുപടി പറയും. അതിൽ ഗതികേടിൻ്റെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചാണ് സംസാരിക്കുന്നത്. എനിക്ക് തോന്നിയതുപോലെ തോന്നിയവാസം ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചാണ്, അതേ സംബന്ധിച്ചുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി പറയും. അതിലൊരു ഗതികേടുമില്ല. എനിക്കറിയാവുന്നതിനെ അത് കൃത്യമായൊരു നിബന്ധനയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ ഭാവിയെക്കുറിച്ച് തീരുമാനമെടുത്തിരുന്നു എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഇത് ഞാൻ നേരത്തെ പറഞ്ഞൊരു ഡയലക്റ്റിസിസത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. വിധി വിശ്വാസമാണ് ഇവിടെ ചോദ്യം. വിധിയും കർമ്മസ്വാതന്ത്ര്യവും തമ്മിൽ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വളരെ കൃത്യമായ നിലപാട് ഖുർആൻ അവതരിപ്പിക്കുന്നുണ്ട്. ഇത് രണ്ടിനെയും അംഗീകരിച്ചുകൊണ്ട്. പ്രീ ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ ഡിറ്റർമിനിസം എന്ന് പറയുന്ന ഒരു ആശയം ഇസ്ലാമിലില്ല. യാന്ത്രികമായ വിധിവാദം അത് ഒരു മതത്തിലുമില്ല. ക്രിസ്തു മതത്തിൽ പോലും അത് കൊണ്ടുവന്നത് സെൻ്റ് അഗസ്റ്റിനാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ജന്മപാപ സിദ്ധാന്തവും അതുപോലെ വിധിവിശ്വാസവുമൊക്കെ, ഈ പറയുന്ന യാന്ത്രിക വിധിവാദവുമൊക്കെ പിന്നെ ഇതിലേക്ക് കടത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പിന്നെ ചിന്താ വ്യതിയാനങ്ങൾ പല സമൂഹങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ജബരിയ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ വിശ്വസിക്കുന്നത് കംപ്ലീറ്റ് എഴുതി വെച്ചിട്ടുണ്ട്, അതുപോലെ നടക്കുന്നതാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഖുർആനിൽ പറയുന്ന ഒരു വശം കാണുന്നു, മറ്റേ വശം കാണുന്നില്ല. ഇത് രണ്ട് പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഒരേ സ്ഥലത്ത് തന്നെ ഉണ്ടാകുമ്പോൾ അതിനെ കോൺട്രഡിക്റ്ററി ആയിട്ട് കാണുകയല്ല വേണ്ടത്, മറിച്ച് രണ്ടിനെയും ചേർത്തുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയാണ് വേണ്ടത്. ജീവിതം അങ്ങനെയാണ്. ജീവിതത്തിൽ ദ്വന്ദ്വങ്ങളുണ്ട്, വൈരുദ്ധ്യങ്ങളുണ്ട്. ഈ വൈരുദ്ധ്യങ്ങളെ സമന്വയിപ്പിക്കുകയാണ് വേണ്ടത്, അല്ലാതെ വൈരുദ്ധ്യങ്ങളായി സംഘർഷത്തിന് വിട്ടേക്കുകയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിൽക്കുകയല്ല. ഇപ്പോൾ വിധി എന്നത് യാഥാർത്ഥ്യമാണ്. മനുഷ്യൻ്റെ വിൽ എന്ന് പറയുന്നതും ഫ്രീ വിൽ എന്ന് പറയുന്നതും അത്ര തന്നെ യാഥാർത്ഥ്യമാണ്. ഇത് രണ്ടിനെയും ഖുർആൻ അംഗീകരിക്കുന്നുണ്ട്. ഇത് വിശദീകരിക്കണമെങ്കിൽ കുറേ സമയമെടുക്കും. അതാണ് അതിനൊരു പ്രശ്നം. ഇപ്പോൾ മനുഷ്യൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ തന്നെ പ്രവൃത്തിയാണ്. അതേസമയം ആ പ്രവൃത്തി ചെയ്യുന്നതിനുള്ള ഒരുപാട് സൗകര്യങ്ങൾ അവൻ ഏർപ്പെടുത്തുന്നുണ്ട്, അവൻ ഉപയോഗിക്കുന്നുണ്ട്. അതൊന്നും അവൻ്റെ കൺട്രോളിലല്ല.
അതുപോലെ ആ പ്രവൃത്തിക്കൊരു ഫലമുണ്ട്. ആ ഫലമെന്ന് പറയുന്നതും അവൻ്റെ തീരുമാനമല്ല. അപ്പം ഇതൊക്കെ വെച്ചിട്ട് അവൻ്റെ പ്രവൃത്തിയിൽ പ്രവർത്തിക്കുന്ന, അവൻ്റെ കർമ്മത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവിക നിയമമുണ്ട്. അത് വിധിയാണ്. അതേസമയം എൻ്റെ പ്രവൃത്തി എൻ്റെ ഉദ്ദേശമാണ്, അതുകൊണ്ട് ഞാനതിന് ഉത്തരവാദിയുമാണ്. അത് വേറൊരു നിലക്ക് കൂടി പറഞ്ഞാൽ ധർമ്മവും കർമ്മവും എന്ന് പറഞ്ഞിട്ടൊരു ആശയമുണ്ടല്ലോ. അതിനെ ഈ ആനന്ദ കുമാരസ്വാമിയെ പോലുള്ള ആളുകളൊക്കെ വിശകലനം ചെയ്തിട്ടുള്ള രീതിയുണ്ട്. അതിൽ പറയുന്നത് ധർമ്മം എന്ന് പറഞ്ഞാൽ വിധിയാണ്, അതേസമയം കർമ്മം എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായ ഇച്ഛയോടുകൂടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഈ ധർമ്മമാകട്ടെ ഞാൻ നേരത്തെ പറഞ്ഞ ഫിത്രയാണ്. ഇത് രണ്ടും തമ്മിലുള്ള ചേർപ്പ്, അവിടെയാണ് മനുഷ്യൻ വിജയിക്കുക എന്നുള്ളതാണ്. ധർമ്മവും കർമ്മവും ഒന്നായി തീരുന്നിടത്ത് മനുഷ്യൻ വിജയിക്കും. ഈ സ്വഭാവത്തിലാണ് വിധിയെയും കർമ്മസ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചുള്ള പാഠങ്ങൾ ഖുർആൻ പഠിപ്പിക്കുന്നത്. അല്ലാതെ മനുഷ്യൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് എന്നിട്ട് അർത്ഥരഹിതമായൊരു വേദവും അവതരിപ്പിച്ചു, എന്നിട്ട് ആ വേദം നിങ്ങളായിട്ട് വിചാരിച്ചാലൊന്നും പാലിക്കാൻ കഴിയില്ല, ഞാൻ ഉദ്ദേശിച്ചാലേ പാലിക്കാൻ കഴിയൂ. സത്യത്തിൽ എനിക്ക് പാലിക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ വിധിയാണ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. എനിക്ക് തീരുമാനമെടുക്കാനുള്ള അധികാരം എന്നത് ദൈവത്തിൻ്റെ വിധിയാണ്. പക്ഷെ അവിടെയും തീരുമാനം എൻ്റേതായി മാറുന്നുണ്ട്. ഈ സ്വഭാവത്തിലാണ് ആ ആശയം ഖുർആൻ പഠിപ്പിക്കുന്നത്. ഒരു ചോദ്യത്തിന് ഉത്തരം എന്ന നിലക്കാണ് ഞാൻ പറയുന്നത്. അറേബ്യൻ നാടോടി കഥകളും കേട്ടറിഞ്ഞ ബൈബിൾ കഥകളും ഒരുമിച്ച് ഒഴിച്ചെന്തെങ്കിലും ഖുർആനിൽ ഉണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം അപ്രസക്തമാണ്. ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ടാണല്ലോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. നാടോടി കഥകളും ബൈബിൾ പരാമർശങ്ങളും അല്ലാത്ത ധാരാളം കാര്യങ്ങൾ ഖുർആനിലുണ്ട്. വെറുതെ ഒന്നെടുത്ത് വായിച്ചു നോക്കിയാൽ മതി. ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കഥകൾ ബൈബിളിൽ പറഞ്ഞതുപോലെയല്ല ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതായത് നിലനിൽക്കുന്ന ധാരണകളെ തിരുത്തുക, ഇതാണ് ഖുർആൻ ചെയ്തിട്ടുള്ളത് എന്നത് ശരിക്ക് ഇസ്രായേൽ സമൂഹത്തിൽ നിലനിന്നിരുന്ന പ്രവാചകന്മാരെ സംബന്ധിച്ചും മറ്റൊക്കെയുള്ള കഥകളും ഖുർആൻ അവരെ പറ്റി പറയുന്ന കഥകളും തമ്മിലൊരു താരതമ്യ വിചിന്തനം നടത്തിയാൽ മനസ്സിലാവും. അതിങ്ങോട്ട് പകർത്തൊന്നല്ല ചെയ്തത്. അതിതിലുണ്ട് എന്നത് അത് കോപ്പി അടിച്ചതാണ് എന്നതിന് തെളിവായിട്ടൊന്നും എടുക്കരുത്. പിന്നെ നാടോടി കഥ എവിടെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അറേബ്യൻ നാടോടി കഥകൾ എവിടെ പറഞ്ഞിരിക്കുന്നു എനിക്കറിയില്ല. ഖുർആനിൽ ഞാൻ അങ്ങനെ ഒരു കഥയൊന്നും എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ ഒന്ന് മനസ്സോടുകൂടി വായിച്ചു നോക്കുകയാണെങ്കിൽ, ഇപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സോഷ്യൽ നെറ്റ്വർക്കിൽ സാധാരണ കാണാറുള്ളൊരു പ്രവണത, ഒന്ന് പഠിച്ചിട്ടും വായിച്ചിട്ടും ഒക്കെ വിമർശിച്ചാൽ പോരെ സുഹൃത്തെ എന്ന് ആരെങ്കിലും അബദ്ധത്തിൽ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ശക്തമായി ശകാരിക്കുകയും കളിയാക്കുകയും ചെയ്യാറുള്ളത് ഫ്രീ തിങ്കേഴ്സ്. അതിൻ്റെ ഒരു ഹിക്മത്ത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നുമില്ലല്ലോ, ഒന്ന് വായിച്ചു നോക്ക് സുഹൃത്തെ എന്ന് പറയുന്നൊരു മര്യാദയാണ്. അല്ലെങ്കിൽ ഒന്ന് പഠിച്ചു നോക്ക്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലേ, ഞാനങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല നിങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യണമെന്നില്ല എന്നുള്ള, അത് നിങ്ങൾ വേണേൽ നിങ്ങൾ തീരുമാനിച്ചോളൂ എന്നുള്ള എൻ്റെ നിലപാട്. പക്ഷെ അതേസമയം ചിലർ പറയാറുണ്ട് നിങ്ങളെന്തിനാ ഇങ്ങനെയൊക്കെ പറയും, ഒന്ന് വായിച്ചു നോക്കിക്കൂടെ, ഒന്ന് പഠിച്ചു നോക്കിക്കൂടെ. ജബ്ബാർ മാഷ് വായിച്ചിട്ടും പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. വായിക്കുകയും പഠിക്കുകയും ചെയ്ത എല്ലാവരും ഒരേ നിലപാടിലെത്തിക്കൊള്ളുന്നില്ല. പക്ഷെ പലരും പറയുന്നത് ശുദ്ധ അബദ്ധമാണ് എന്നുള്ളത് ഒരൊറ്റ വായനയിൽ വ്യക്തമാണ്. ആ സമയത്ത് ഗതികെട്ടിട്ടാണ് ചിലർ ചോദിച്ചു നോക്കുക ഒന്ന് വായിച്ചു നോക്കിക്കൂടെ സുഹൃത്തെ, അപ്പോൾ പിന്നെ അതിനെ വില ചാടിക്കുക. അതുകൊണ്ട് ഞാൻ പറയുന്നത് ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ കിട്ടുന്ന സാധനമാണ്. ആ നാടോടി കഥയും ബൈബിൾ കഥയും അല്ലാത്ത വേറെന്തൊക്കെ ഖുർആനിലുണ്ട് എന്നൊന്ന് വായിച്ചു നോക്കിക്കോളൂ നിങ്ങൾ. ഇനി ബൈബിൾ കഥ, ബൈബിളിൽ പറയുന്ന കഥാപാത്രങ്ങൾ ഖുർആനിൽ എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുന്നത്, ഇതും വിഷയമാണ്. കാരണം യഥാർത്ഥത്തിൽ ഇസ്രായേൽ പ്രവാചകന്മാരെ മുഹമ്മദ് നബി അവരിൽ നിന്ന് കവർന്നെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ടോ അവരെ ലോകത്തിൻ്റെ സ്വത്താക്കി മാറ്റുകയാണ്. അന്ന് മുതൽക്ക് ഇസ്രായേൽ വംശീയത, ജൂത മതത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ജൂത വംശീയത, ഇന്ന് നിലനിൽക്കുന്ന ISIS-ൻ്റെ ഒക്കെ മുസ്ലിം അറബ് വംശീയത ഉണ്ടല്ലോ, ഇതുപോലെ ഒരു ജൂത വംശീയത. ഈ വംശീയത നബിക്ക് നേരെ പ്രകോപിതമാവാനുള്ള പ്രധാന കാരണം തന്നെ എന്താ, അവർ അവരുടേതെന്ന് വിചാരിച്ചിരുന്ന പ്രവാചകന്മാരെ കടന്നു പിടിച്ചിട്ട് ലോകത്തിനങ്ങ് വിട്ടുകൊടുത്തു, ലോകത്തിൻ്റെ സ്വന്തമാക്കി മാറ്റി. ഇതായിരുന്നു അവരുടെ കണ്ണിൽ നബി ചെയ്ത ഏറ്റവും വലിയ പാതകം. ഇത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. നബി അവരെ പിടിച്ചെടുത്തിട്ട് അറബികളുടെ സ്വന്താക്കുകയോ അല്ലെങ്കിൽ ഇനി മുതൽ ഇത് മുസ്ലിങ്ങൾക്ക് മാത്രം എന്നൊന്നും പറഞ്ഞിട്ടില്ല, പ്രഖ്യാപിച്ചിട്ടില്ല. അവരെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ളവർ, അപ്പോൾ അത് കൃത്യമാണ്. അപ്പോൾ അത്തരം നിലപാടുകളിൽ നിന്ന് അവരെ ശുദ്ധീകരിക്കുക, നിങ്ങൾ ആ കരുതുന്നതല്ല ശരി എന്ന് തിരുത്തുന്ന സ്വഭാവത്തിലാണ് ഖുർആൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അവരുടെ പിന്നെ സന്ദർഭങ്ങളും കഥാപാത്രങ്ങളുടെ പേരുകളൊക്കെ പരാമർശിക്കേണ്ടി വരും എന്ന് കരുതി അതിൻ്റെ കോപ്പിയാണെന്ന് തോന്നുന്നത് രണ്ടും വായിക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് രണ്ടും വായിക്കണം എന്നുള്ളതാണ്. വായിച്ചു നോക്കൂ സുഹൃത്തെ എന്ന ഫേസ്ബുക്കിലെ പ്രബോധകൻ്റെ ശൈലിയിലല്ല ഞാൻ പറയുന്നത്. താല്പര്യമുണ്ടെങ്കിൽ വായിക്കാൻ മനസ്സിലാക്കുക, പഠിക്കുക എന്നുള്ളതൊക്കെ ഒരുപക്ഷെ വിമർശിക്കാൻ ഏറ്റവും അനിവാര്യമായ സംഗതിയാണ്.
വിമർശിക്കാനാണ് അത് അനിവാര്യമായിരിക്കുന്നത്. ഞാനിവിടെ കൺഫ്യൂഷനിസത്തെ കുറിച്ച് പറയുന്നത് കൺഫ്യൂഷൻസിനെ വായിച്ചിട്ടാണ്. അനലക്സ് ഓഫ് കൺഫ്യൂഷൻസ് എന്ന പുസ്തകം ഞാൻ വായിച്ചിട്ടാണ് അതിനെക്കുറിച്ച് പറയുന്നതും പിന്നെ വിചിന്തനം നടത്തുന്നത്. ബൈബിള് വായിച്ചിട്ടാണ് ഞാൻ ക്രിസ്തു മതത്തെക്കുറിച്ച് പറയുന്നത്. ഇനി ദാസ് ക്യാപിറ്റൽ മുഴുവനായിട്ടല്ലെങ്കിലും അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ കമ്മ്യൂണിസത്തെക്കുറിച്ച് പറയുന്നത്. എന്തായാലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മുഴുവനായി വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതാണല്ലോ അതിൻ്റെ ഒരു മര്യാദ. ഒന്നിനെക്കുറിച്ച് പറയാൻ നമുക്ക് ആധികാരികത ഉണ്ടാകുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ലഭ്യമാകുന്ന ധർമ്മപദം ഏറ്റവും പ്രധാനം. പുറമേ ലഭ്യമായിട്ടുള്ള ബുദ്ധഗ്രന്ഥങ്ങൾ വായിച്ചിട്ടാണ് ഞാൻ പുസ്തകം എഴുതിയതും അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഇത് ഓരോന്നിനോടും കാണിക്കേണ്ടതായ മിനിമം മര്യാദയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തനിക്കറിവില്ലാത്തതിൻ്റെ ശത്രുവാണ് മനുഷ്യൻ എന്നൊരു ചൊല്ലുണ്ട്. പക്ഷെ ആ ശത്രുതയാണ് മനുഷ്യനിൽ ഏറ്റവും അപകടകരമായ വികാരം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുസ്ലിങ്ങളല്ലാത്തവരെല്ലാം നരകത്തിലാണെന്നും മുസ്ലിങ്ങൾ മാത്രമാണ് സ്വർഗാവകാശികളെന്നും താങ്കൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന് അടിസ്ഥാനം എന്താണ്? സ്വർഗവും നരകമൊക്കെ ഞാൻ അള്ളാഹ്ക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. അതെൻ്റെ വിഷയമല്ല. നിങ്ങൾ മുഴുവൻ യുക്തിവാദികളെയും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും എല്ലാ മുസ്ലിങ്ങളെയും ജൂതന്മാരെയും ഒക്കെ പടച്ചോ സ്വർഗത്ത് കയറ്റിയാൽ എനിക്ക് സന്തോഷം ഉണ്ടാവും. അന്നേരം ജബ്ബാർ മാഷ് പറയും ഞാൻ ദൈവത്തെക്കാൾ നല്ലവനായതുകൊണ്ടാണ്. അല്ലേ? സമാനമായ ചോദ്യമാണ്. ലോകത്തുള്ളവരെല്ലാം മുസ്ലിങ്ങളെ പോലെ നിസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ സ്വർഗത്ത് പോകുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. മറുപടി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ചിലതൊക്കെ പെട്ടെന്ന് പോകുന്നത് കുറേ ഉണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാം ഏകശിലാരൂപിയല്ല എന്ന് പറഞ്ഞല്ലോ. സ്ത്രീകൾക്ക് തലമറയ്ക്കൽ നിർബന്ധമില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഇതെന്തിനായി ഒരു വെല്ലുവിളി? ഇസ്ലാമിക അനുഷ്ഠാനം അനുസരിച്ച് സ്ത്രീകൾക്ക് തലമറക്കൽ നിർബന്ധമാണ് എന്നാണ് മുസ്ലിങ്ങളിൽ വലിയ വിഭാഗം പണ്ഡിതന്മാരും ഖുർആനും ഹദീസും ഒക്കെ വെച്ചിട്ട് അഭിപ്രായപ്പെടുന്നത്. പക്ഷെ ആ ചെയ്യുന്നത് ഇന്ന് കാണുന്ന രീതിയിൽ തന്നെ വേണോ അല്ലെങ്കിൽ അറബി രീതിയിൽ വേണോ, ഇക്കാര്യത്തിലൊക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അല്ലാതെ തലമറക്കൽ നിർബന്ധമില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയൽ ഭയങ്കര ധീരതയും തലമറക്കണം എന്ന് പറയൽ ഭീരുത്വവുമാണ് എന്ന് ഞാൻ അംഗീകരിക്കണ്ടേ? ഒരു സ്ത്രീ തലമറക്കണം എന്ന് പറയൽ ഭീരുത്വമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മറിച്ച് ധൈര്യത്തിൻ്റെ ഒരു പ്രശ്നമേ വരുന്നില്ല. മറക്കണ്ടാത്ത ആള് മറക്കണ്ട. ഞാൻ എൻ്റെ ഭാര്യയോട് പോലും മറക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ലോകത്തെല്ലായിടത്തുമുള്ള സ്ത്രീകൾ തലമറക്കണം എന്നത് ഏകശിലാരൂപമല്ലേ? അത് പറഞ്ഞല്ലോ, മുസ്ലിം വനിതകളുടെ ഒരു നിയമം. പക്ഷെ ആ നിയമത്തിലും ചില പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് കേട്ടോ. അത് കൂട്ടത്തിൽ സൂചിപ്പിക്കാൻ മാത്രമാണ് ചെയ്യുന്നത്, തലമറക്കുക എന്നുള്ള കാര്യത്തിൽ. പക്ഷെ അതേസമയം ഒരു ഡ്രസ് കോഡ്, അത് എന്തും ധരിക്കാം. ഏകശിലാരൂപമാണെങ്കിൽ ഇന്നിപ്പോൾ പറഞ്ഞല്ലോ, അറേബ്യന്ന് മന്തി മാത്രമല്ല അബായയും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യപ്പെട്ടതാണ്. മന്തി കുറേ താമസിച്ചാണ് വന്നത്. കുഴിമന്തി അടുത്ത കാലത്ത് വന്നതാണ്, അബായ അതിന് മുമ്പേ വന്നതാണ്. അത് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ഒരു അടയാളമാണ് എന്ന് ധരിക്കുന്നത് തെറ്റ്. പക്ഷെ അതേസമയം വേറൊന്നും കൂടി ഉണ്ട്. ഞാനിപ്പോൾ ധരിച്ചിരിക്കുന്നത് ജീൻസാണ്, അത് പാശ്ചാത്യൻ്റെതാണ്. അത് എനിക്ക് ധരിക്കാമെങ്കിൽ അറബികളുടെ വേഷം എൻ്റെ ഭാര്യക്കും ധരിക്കാം. ഒന്ന് മാത്രം വർജ്യവും മറ്റേത് പിന്നെ എന്താണ് ശ്ലാഘ്യവുമാകുന്നതിൻ്റെ ലോജിക്ക് എന്താണെന്നാണ് മനസ്സിലാവാത്തത്. സ്വർഗം നരകം എന്ന ബോറൻ സങ്കല്പങ്ങൾ, ദൈവത്തോടുള്ള ഭയങ്കരമായ പേടി, സ്ത്രീകളോടും LGBT-കളോടുമുള്ള നിലപാട് എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. മറ്റേത് ബോറൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഭയങ്കരമായ പേടി. ഇത് രണ്ടും എനിക്കില്ല. കുറ്റവാളികളെ തിരുത്താൻ ശ്രമിക്കുന്നതിന് പകരം നൽകുന്ന ക്രൂരമായ ശിക്ഷ, അത് പോയിന്റ്. ഇക്കാര്യങ്ങളിലെല്ലാം ഇസ്ലാമിന് കർക്കശവും കഠിനവുമായ നിലപാടുണ്ടെന്നിരിക്കെ എങ്ങനെയാണ് മാനവരാശിയെ ഒരു മികച്ച സാധ്യതയായി ഇസ്ലാമിനെ വെക്കാൻ, മികച്ച സാധ്യതയായിട്ട് നമ്മൾ വെക്കുന്നു? അത് സംവാദ വിഷയമാണ്. അത് അംഗീകരിക്കുകയും അംഗീകരിക്കാതിരിക്കുകയും ചെയ്യും. എല്ലാവരും അംഗീകരിച്ചാൽ പിന്നെ ഇതുപോലൊരു ഡിബേറ്റ് നടക്കില്ലല്ലോ. അതുകൊണ്ട് അത് സംവാദ വിഷയമാണ്. അതേസമയം ബാക്കി വിഷയങ്ങൾ, സ്വർഗം നരകം എന്നത് ബോറൻ സങ്കല്പമാകുന്നത് അതേക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണെന്ന് ഞാൻ പറയുമ്പം നേരത്തെ പറഞ്ഞ ഫേസ്ബുക്ക് പ്രബോധകനായിട്ട് അങ്ങനെ പരിഗണിക്കരുത്, അത്രയും നിസ്സാരമായിട്ട് കാണരുത്. യഥാർത്ഥത്തിൽ ജീവിതം എന്ന് പറഞ്ഞാൽ ഇവിടെ അവസാനിക്കുന്നതല്ല എന്നുള്ളൊരു തിരിച്ചറിവും ഒരു തത്വവുമാണ് ഇതിൻ്റെ കാതൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രവർത്തനങ്ങൾക്ക് ഫലമുണ്ടാകും. ഈ ഫലത്തിൻ്റെ സ്വഭാവം എന്താ? ആത്യന്തികമായിട്ട് ഹിയർ ആഫ്റ്റർ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അനന്തരം. ഈ അനന്തരഫലം ഇത് കുറേ പിന്നെ കളർഫുള്ളായിട്ട് അവിടെ ഇവിടെയൊക്കെ വർണ്ണിച്ചിട്ടുണ്ടെന്നുള്ളത് നേരാ. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനം എന്താ അറിയോ? ഖുർആൻ വളരെ കൃത്യമായി പറയുന്നത് ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്യുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് അവർക്ക് എന്താണ് കിട്ടുന്നത് എന്ന് ഒരാൾക്കും അറിഞ്ഞൂടാ.
അപ്പം നമുക്ക് യഥാർത്ഥത്തിൽ അവിടെയും മെറ്റഫറുകളാണ് വരുന്നത്. അതിനെ നമ്മൾ അക്ഷരത്തിലെടുക്കുന്നത് കൊണ്ടാണ് പലതരത്തിലുള്ള സങ്കല്പങ്ങൾ. ആ സങ്കല്പങ്ങൾ നിലനിൽക്കുന്നതാണെങ്കിൽ സംഗതി ബോറായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മനസ്സിലായോ? ആ സങ്കല്പങ്ങൾക്കപ്പുറം പോകാൻ അതിലേക്ക് ഖുർആൻ എന്നെ വഴി കാണിച്ചത് കൊണ്ട് സ്വർഗമെന്ന് പറയുന്നത് ഒരു ബോറൻ സങ്കല്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഭയങ്കരമായ പേടി, ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന അത്ര പേടിക്കുന്നില്ല. പക്ഷെ പേടിക്കുന്നുണ്ട്, അള്ളാഹുവിനോടുള്ള എൻ്റെ സ്നേഹത്തിന് വിഘാതമായിട്ട് ഞാൻ ജീവിച്ചു പോകുമെന്നുള്ള പേടിയാണ്. അത് രണ്ടും രണ്ടാ. അപ്പം അതുകൊണ്ട് പേടിയല്ല എൻ്റെ വികാരം, ദൈവത്തോടുള്ള സ്നേഹവും അവൻ്റെ കൽപ്പനകളിലുള്ള സൂക്ഷ്മതയും. ആ സൂക്ഷ്മതയിലൂടെ മാത്രമാണ് ഞാൻ ദൈവത്തിൻ്റെ സ്നേഹത്തിന് അർഹനായി തീരുക എന്ന ശരിയെന്ന് എനിക്ക് തോന്നുന്ന, നിങ്ങൾക്ക് ശരിയോ തെറ്റോ ആയിട്ടുള്ള വിശ്വാസം. ഈ അടിസ്ഥാനത്തിലാണ്. അതൊരു ബന്ധമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധം. ആ ബന്ധത്തിൻ്റെ ദൃഢത നിശ്ചയിക്കുന്നത് അതിനു മുമ്പ് പറഞ്ഞ 3 ബന്ധങ്ങളിലൂടെയാണ്. ഇതിലൊക്കെ ഞാൻ എൻ്റേതായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. പിന്നുള്ളത് സ്ത്രീകളോടുള്ള നിലപാട്, LGBT-കാരോടുള്ള നിലപാട് എന്ന് ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. നിലപാടിൻ്റെ ഒരു വിശദീകരണമൊന്നുമില്ല. സ്ത്രീകളോടുള്ള നിലപാടെന്ന് പറഞ്ഞാൽ സ്ത്രീയെ വളരെ തരം താഴ്ന്ന അവസ്ഥയിൽ ഇസ്ലാം കാണുന്നുണ്ട് എന്നൊക്കെയാണ്, അതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. LGBT വേറൊരു വിഷയമാണ്. പിന്നെ സ്ത്രീകളോടുള്ള നിലപാടിൻ്റെ കാര്യത്തിൽ ഖുർആനിൻ്റെ പരാമർശങ്ങൾ എടുക്കുകയാണെങ്കിൽ സ്ത്രീയും പുരുഷനും രണ്ടു കൂട്ടർക്കും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ബാധ്യതകൾ വ്യത്യസ്തമാണ് വിശദാംശങ്ങളിൽ. പക്ഷേ രണ്ടുപേരുടെയും പ്രവർത്തനങ്ങളും രണ്ടുപേരുടെയും ഇടപെടലുകളും ഒരേ വിധാനത്തിൽ ദൈവം കാണുന്നു എന്ന് ഖുർആൻ വളരെ കൃത്യമായി പ്രഖ്യാപിക്കുന്നു. അക്കാര്യത്തിൽ ഒരു വിവേചനമില്ല. അതിലെവിടെയെന്ന് വെച്ചാൽ, ഇന്നി ലാ ഉലിയു അമല ആമിലിൻ മിൻകും മിൻ സക്കറിൻ ഔ ഉൻസ, നിങ്ങളിൽ ആണായാലും പെണ്ണായാലും പ്രവർത്തിക്കുന്നവൻ്റെ പ്രവർത്തനത്തിന് ഞാൻ വില കൽപ്പിക്കുന്നു. ഇതാണ് യാഥാർത്ഥ്യം. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന നിയമപരമായിട്ടുള്ള സൂക്ഷ്മ വിശദാംശങ്ങളിൽ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള സ്വാഭാവികമായ വ്യത്യാസം, ഇതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങളല്ലാതെ വേറെ വിവേചനങ്ങൾ ചൂണ്ടിക്കാണിക്കുക സാധ്യമേ അല്ല. ഒന്നാമതായും അവർക്ക് നൽകുന്ന ആത്മീയമായ പദവി. ഇപ്പോൾ പ്രവാചക ശിഷ്യന്മാരിൽ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും സ്വഹാബികളാണ്. രണ്ടു കൂട്ടർക്കും ഒരേ പദവിയാണ്. ആണിനെയും പെണ്ണിനെയും നമ്മൾ സ്വഹാബികൾ എന്നാണ് വിളിക്കുന്നത്. ഇനി രാഷ്ട്രീയമായിട്ടാണെങ്കിൽ പ്രവാചകൻ പുരുഷന്മാരിൽ നിന്നും സ്ത്രീകളിൽ നിന്നും ബയ്യത്ത് സ്വീകരിച്ചു. ബയ്യത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഒരു സമ്മതിദാനാവകാശം. സ്ത്രീകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും നിങ്ങളുടെ കുടുംബനാഥ സ്വീകരിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പെണ്ണുങ്ങളോട് പ്രത്യേകം വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല, അവരിൽ നിന്നുകൂടിയും അത് സ്വീകരിച്ചു. ഈ അർത്ഥത്തിൽ അവരുടെ രാഷ്ട്രീയമായ സ്വയം നിർണയാവകാശം, അവരെന്താണെന്ന് തീരുമാനിക്കാനുള്ള അവരുടെ അവകാശം, ഇതൊക്കെയും അംഗീകരിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുക. പ്രവാചകൻ്റെ ജീവിതത്തിലും ആ അർത്ഥത്തിലുള്ള ഇടപെടലുകളാണ്. പിന്നെ ചില കാര്യങ്ങൾ സാധാരണ പരാമർശിക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് വിവാഹപ്രായത്തെക്കുറിച്ച് ആയിഷയെ നബി എത്ര വയസ്സിലാണ് വിവാഹം കഴിച്ചെന്നുള്ള കാര്യത്തിൽ കൃത്യമായൊരു ഉറപ്പൊന്നും എനിക്കില്ല. പക്ഷെ അതേസമയം അന്നത്തെ 6-ാം നൂറ്റാണ്ടിലെ നബി 21-ാം നൂറ്റാണ്ടനുസരിച്ച് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതിമോഹമാണ്. അതിനൊക്കെ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അന്നത്തെ ഗോത്രാചാരം അനുസരിച്ചൊരു വിവാഹം അന്ന് നടന്നിട്ടുണ്ടാകാം. പക്ഷെ അതേസമയം ഞാൻ പറഞ്ഞല്ലോ, പ്രശ്നങ്ങളുമായി സംവദിച്ചുകൊണ്ടാണ് ഖുർആൻ അതിൻ്റെ അവതരണം പൂർണ്ണമാക്കുന്നത്. ഇത് ഹിജറയുടെ ആദ്യ ഘട്ടത്തിലാണ് ആയിഷയുമായിട്ടുള്ള വിവാഹം നടക്കുന്നത്. വിവാഹപ്രായത്തെക്കുറിച്ച് ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അത് ഞാനൊരു അഭിപ്രായം പറഞ്ഞിട്ട് അത് പിന്നെ വ്യാഖ്യാന ഫാക്ടറി, നല്ല വാക്കാണ്, തുറന്നു എന്ന് ആരോപിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതെന്തോ ആവട്ടെ, അന്നത്തെ ഒരു ഗോത്രാചാര പ്രകാരമുള്ള ഒരു വിവാഹം. കാരണം വിവാഹത്തെ സംബന്ധിച്ചുള്ള നിയമനിർദ്ദേശങ്ങൾ ഖുർആനിൽ അവിടെ പൂർണ്ണമായിരുന്നില്ല. അതേസമയം അതിനുശേഷം അവതരിച്ചിട്ടുള്ള ഖുർആനിൻ്റെ ആയത്തിൽ, സൂറത്തു നിസായിൽ 6-ാമത്തെ ആയത്താണെന്നാണ് എൻ്റെ ധാരണ, അതിൽ ബുലൂ നിക്കാഹ് എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട്. വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ, അത് അനാഥ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സമ്പത്ത് വിട്ടുകൊടുത്തേക്കുക. അപ്പോൾ അനാഥരുടെ പരിപാലനത്തിൽ സമ്പത്തൊക്കെ പരിപാലനം ചെയ്യുന്ന ചിലപ്പോൾ ഒരാളുണ്ടാവാം, അവരുടെ ബന്ധത്തിൽപ്പെട്ട ഒരു രക്ഷാകർത്താവ്. പക്ഷേ വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ ആ സമ്പത്ത് അവർക്ക് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റുഷ്ദ് എന്നാണ് അവിടെ ഉപയോഗിച്ച വാക്ക്. റുഷ്ദിൻ്റെ ഒന്നാമത്തെ അടയാളം എന്ന് പറയുന്നത് സമ്പത്ത് സ്വയം കൈകാര്യം ചെയ്യാൻ പ്രാപ്തി ഉണ്ടാവുക. ഇത് പ്രായോഗികമായ റുഷ്ദ്. ഇനി റുഷ്ദ് എന്ന വാക്കിന് വേറെയും മാനമുണ്ടല്ലോ. അതിലൊന്ന് മാനസികമായ റുഷ്ദ്. കാരണം
വിവാഹത്തിന് പെണ്ണിൻ്റെ സമ്മതം അനിവാര്യമാണ്, അവളുടെ തീരുമാനം അനിവാര്യമാണ്. ഇപ്പറയുന്ന ഗോത്രാചാര പ്രകാരം ഈ നിയമത്തിന് മുമ്പ് തന്നെ വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ പോലും പ്രായപൂർത്തി എത്തുമ്പോൾ ആ പെണ്ണ് അതിൽ അസംതൃപ്തി പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ആ വിവാഹം റദ്ദാണ്. ഇതിങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് കാണേണ്ടതാണ്. അതുപോലെ ആ അർത്ഥത്തിൽ മാനസികമായ റുഷ്ദ്. മൂന്നാമതായിട്ട് ശാരീരികമായ റുഷ്ദ്. റുഷ്ദ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ബാധകമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ പറയുന്നത് ഖുർആൻ്റെ ഒരു നിർദ്ദേശം എപ്പോഴിറങ്ങി എന്നുള്ളതും എപ്പോഴാണ് പ്രവാചകൻ ഒരു സംഗതി പ്രവർത്തിക്കുന്നത് ഒന്ന് നോക്കുന്നത് നല്ലതാണ്. അന്നത്തെ ആ ഒരു ഗോത്രാചാര പ്രകാരമുള്ള പ്രവൃത്തികളിൽ ചിലതൊക്കെ പിന്നീട് നിയമമായിട്ട് തിരുത്തിയിട്ടുണ്ട്. ഒരു നിയമം വരുമ്പോഴും ഖുർആൻ പറയുന്നുണ്ട് ഇല്ലാമാ ഖദ് സലഫ്, മുമ്പ് കഴിഞ്ഞത് കഴിഞ്ഞു പോയി എന്നാണ്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു നിയമം ആളുകളെ പടിപടിയായി വളർത്തി. ഞാൻ നേരത്തെ പറഞ്ഞല്ല തർക്കബുന്ന തൊബക്കന്നൻ തൊബക്ക് എന്നുള്ളത് ഇക്കാര്യത്തിലും ബാധകമാണ്. അതുകൊണ്ടൊരു നിയമം പറയുമ്പോൾ മുമ്പ് കഴിഞ്ഞത് കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ ആ വിവാഹബന്ധം ഏർപ്പെടുത്തണമെന്നൊന്നുമില്ല, അത് അവർ തീരുമാനിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കാണണം. വിവാഹപ്രായം എന്നത് ഖുർആനിൽ നിയമമാണ്. അതുകൊണ്ടാണ് ജബ്ബാർ മാഷ് ഇവിടെ പറഞ്ഞതുപോലെ മുസ്ലിങ്ങളാരും വാദിക്കാത്തത്. അങ്ങനെ ആരും വാദിക്കില്ല. അങ്ങനെ അഥവാ വാദിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അക്ഷരവാദം എന്നൊക്കെ പറയാം. അത് പ്രവാചക ചര്യയിലുള്ള അക്ഷരവാദം, ഖുർആനിലല്ല. മുൻഗണനാക്രമം പോലും അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. ഖുർആനാണ് പ്രധാനം, ഖുർആനാണ് പ്രമാണം. ഹദീസ് ഖുർആനിനെ പ്രാവർത്തികമാക്കുന്നതിനുള്ള രേഖകൾ മാത്രമാണ്. ആ രേഖകൾ ഉദ്ധരിക്കപ്പെടുന്നത് 2 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്. ഈ 2 നൂറ്റാണ്ടുകൾക്കിടയിൽ ഒരുപാട് തേയ്മാനങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടാകും, ഊന്നലുകളിലും വ്യത്യാസം വന്നിട്ടുണ്ടാകും. മാത്രവുമല്ല ഒരാൾ പറഞ്ഞു മറ്റേ കേട്ട് 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 ഇങ്ങനെയാണ് പരമ്പരകൾ. അതുകൊണ്ട് പണ്ഡിതന്മാർ, ഹദീസ് ഗവേഷകന്മാർ ആ നിവേദകന്മാരെ മുഴുവൻ പഠിച്ചു, അവരുടെ ജീവചരിത്രങ്ങൾ രേഖപ്പെടുത്തി. അത്രയും സൂക്ഷ്മമായി രേഖപ്പെടുത്തപ്പെട്ട കാലത്തല്ല സഹീഹുൽ ബുഖാരി പോലും എഴുതപ്പെട്ടത്. അതുകൊണ്ട് തന്നെ സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസുകൾ പോലും അദ്ദേഹത്തിൻ്റെ മാനദണ്ഡം അനുസരിച്ച് പൂർണ്ണമാണെന്ന് പറഞ്ഞതിൻ്റെ കാര്യത്തിൽ പോലും പിന്നീട് വിമർശനം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ സ്വാഭാവികമാണ്. ഇതൊക്കെ ശരിയായി മനസ്സിലാക്കൽ, ഖുർആനുമായി തട്ടിച്ച് ചരിത്രവുമായി തട്ടിച്ച് മനസ്സിലാക്കൽ എന്ന നിലക്ക് മുസ്ലിം സമൂഹത്തിൽ നടക്കുന്ന പ്രക്രിയയാണ്. ഇതിൻ്റെ ഏതെങ്കിലും ഒരു വശം എടുത്തിട്ട് ഇന്ന് പുതിയ വ്യാഖ്യാന ഫാക്ടറി തുറക്കുന്നു എന്നൊന്നും പറഞ്ഞാൽ അത് പ്രസക്തമായ ഒരു ആരോപണമല്ല. പറയൽ ആർക്കൊന്നും പറയാം, പറയുന്നത് കേട്ട ആളുകൾ കൈയടിക്കുകയും ചെയ്യും. കുറ്റവാളികളെ തിരുത്താൻ ശ്രമിക്കുന്നതിന് പകരം നൽകുന്ന ക്രൂരമായ ശിക്ഷ. സമയമില്ല, ചുരുക്കി പറയാം. ഖുർആനിൽ നേർക്ക് നേരെ ശിക്ഷ പറഞ്ഞ 3 കുറ്റങ്ങളേ ഉള്ളൂ. 3 അല്ല, വേണമെങ്കിൽ 4 എന്ന് പറയാം. അതിലൊന്ന് കൊലപാതകം, രണ്ടാമത്തെ വ്യഭിചാരം, മൂന്നാമത്തത് അതിൻ്റെ അനുബന്ധമാണ്, അതുകൊണ്ടാണ് 4 എന്ന് പറയാമെന്ന് പറഞ്ഞത്, വ്യഭിചാര ആരോപണം, നാലാമത്തത് മോഷണം. ഇതിൽ കടുത്ത ശിക്ഷ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ശിക്ഷ നടപ്പിലാക്കുന്നിടത്ത് ഉപാധികൾ അതിനേക്കാളും കടുത്തതാണ്. ഒന്ന്, കൊലശിക്ഷയെക്കുറിച്ച് പറയാം. വധശിക്ഷ നടപ്പിലാക്കിയേ തീരൂ എന്ന് ഖുർആന് നിർബന്ധമില്ല എന്ന് മാത്രമല്ല, ഇത് നടപ്പിലാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കൊല ചെയ്യപ്പെട്ടവൻ്റെ ബന്ധുക്കളാണ്. എന്നിട്ട് ബന്ധുക്കളോട് ഖുർആൻ ആവശ്യപ്പെടുന്നത് അയാൾക്ക് പുറത്തു കൊടുക്കണം എന്നാണ്. ഒരു നിയമമായിരിക്കണം, അത് സമൂഹത്തിൻ്റെ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. എന്നിട്ട് പക്ഷേ ഗവൺമെൻറ് അല്ല അത് നടപ്പിലാക്കേണ്ടത്, വേണോ വേണ്ടയോ തീരുമാനിക്കേണ്ടത്. വിചാരണക്കും മറ്റൊക്കെ ആവശ്യമായ സൗകര്യങ്ങളാണ് ഗവൺമെൻറ് ചെയ്തു കൊടുക്കുക. കൊല്ലപ്പെട്ടവൻ്റെ ബന്ധുക്കൾ നടപ്പിലാക്കണോ വേണ്ടയോ എന്ന് തീരുമാനം എടുക്കുന്നവരോട് ഖുർആൻ പറയുന്നത് മൻ ഉഫിയ ലഹു മിൻ അഖീഹി ശൈഉൻ എന്നാണ് ഖുർആൻ പറയുന്നത്. അവൻ്റെ സഹോദരന് ആരെങ്കിലും പുറത്തു കൊടുത്താൽ ആ സാഹോദര്യം വരെ അവിടെ സ്ഥാപിച്ചു. എൻ്റെ പിതാവിനെ ഒരാൾ വധിച്ചാൽ ആ വധിച്ചയാളെ ഗവൺമെൻറ് വിചാരണ നടത്തി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഞാൻ തീരുമാനിക്കും അയാളെ കൊല്ലണോ വേണ്ടിയോ. അവിടെ ഖുർആൻ എന്നോട് പറയുന്നത് എന്താ, നീ നിന്റെ സഹോദരന് വിട്ടുകൊടുത്താൽ സാഹോദര്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ വിട്ടുകൊടുക്കാതിരിക്കുക? ഇതാണ് യഥാർത്ഥത്തിൽ ഖുർആന്റെ നിലപാട്. വ്യഭിചാരത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ശിക്ഷ 100 അടി കൊടുക്കണം എന്നുള്ളതാണ് ശരിയാ. പക്ഷെ 4 പേര് കണ്ണാലെ കണ്ടിരിക്കണം. നടക്കുമത്? ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം പോലും അങ്ങനെ കാണുമല്ലോ. ഇതെല്ലാം 4 ആൾ കാണുക ചെയ്യുന്ന പണിയാണോ? അപ്പൊ യഥാർത്ഥത്തിൽ വ്യഭിചരിക്കുന്നു എന്നുള്ളതിനേക്കാൾ അവിടെ സമൂഹത്തിൽ ശിക്ഷാർഹമായി തീരുന്നത്, പടച്ചോന്റെ കാര്യം പടച്ചോൻ നോക്കിക്കോളും, സമൂഹത്തിൽ ശിക്ഷാർഹമായി തീരുന്നത് അത് അത്രയും പരസ്യമാകുന്നു എന്നുള്ളതാണ്. എന്നാൽ ഒരു 3 ആളെങ്ങാനും കണ്ടുപോയാലോ മിണ്ടാൻ പാടില്ല. മിണ്ടിയാലാണ് ആരോപകന്റെ ശിക്ഷ. മാത്രവുമല്ല എന്നാൽ പിന്നെ 4ാമതൊരാളും കൂടെ വരി ഇതൊന്നും നോക്കിൻ എന്ന് പറയാനുള്ള വകുപ്പില്ല. ഞാനെങ്ങാനും കണ്ടുപോയാൽ ഒരു 3 ആളെയും കൂടി തപ്പിപ്പിടിച്ചു കൊണ്ടുവരുമ്പോഴത്തേക്ക് സംഗതി തീരും, അത് വേറെ വിഷയമാണ്. അപ്പൊ ഇങ്ങനെ 4 ആളുകൾ വളരെ കൃത്യമായിട്ട് അത് തന്നെ, അവരുടെ പ്രണയ പ്രകടനങ്ങളൊന്നും കണ്ടാൽ പോരാ, മുറി കയറുന്നു ഇറങ്ങുന്നതും കണ്ടാലും പോരാ, വളരെ കൃത്യമായിട്ട് അത് തന്നെ കണ്ടിരിക്കണം, എങ്കിലേ ശിക്ഷ നടപ്പിലാവുള്ളൂ. പിന്നെ മോഷണത്തിൻ്റെ കാര്യത്തിലും ഭക്ഷണ സാധനം കെട്ടാൻ ശിക്ഷയില്ല,
അതുപോലെ തന്നെ ഒരാൾ വിലപിടിപ്പുള്ള സാധനം ഇവിടെ വെച്ചിട്ട് പോയി എന്ന് വിചാരിക്കുക, ആരോ കണ്ട് പ്രലോഭനം തോന്നിയിട്ട് അത് എടുത്തുകൊണ്ട് പോയി. അതിനൊന്നുമല്ല ഖുർആൻ ആ ശിക്ഷ പറഞ്ഞിരിക്കുന്നത്. അതിലൊക്കെ യഥാർത്ഥത്തിൽ ന്യായാധിപന്മാർക്ക് തീരുമാനിക്കാവുന്ന കേസുകളാണ്. കാരണം അതവിടെ വെച്ചതുകൊണ്ടുള്ള പ്രലോഭനമാണ്. ഞാൻ സൂക്ഷിച്ച് വെച്ച വിലപിടിപ്പുള്ള മുതൽ മോഷ്ടിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി വീട്ടിൽ കയറി കവർന്നെടുക്കുക എന്നുള്ളതിനാണ് അവിടെ മോഷണം എന്ന് പറയാം. വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പിന്നെ സമയത്തെക്കുറിച്ച് ഇവിടെ ചോദ്യങ്ങൾ പിന്നെയും കിടക്കുകയാണ്. പടച്ചോൻ്റെ ചിത്രപ്രദർശനം എന്ന കഥാകൃത്തിനെ ഇസ്ലാമിക തീവ്രവാദികളാണ് മർദ്ദിച്ച് അവശനാക്കിയത്. താങ്കൾ നേരത്തെ പറഞ്ഞ കാഴ്ചപ്പാടിന് വിരുദ്ധമല്ലേ ഇത്? അതെങ്ങനെ വിരുദ്ധമാവുക? ഇസ്ലാമിക തീവ്രവാദികൾ, ഞാൻ പറഞ്ഞല്ലോ ISIS ചെയ്യുന്നതിന് പോലും ഞാൻ ഉത്തരവാദി അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഒരു കഥാകൃത്തിനെ, ആ കഥാകൃത്തിൻ്റെ സുഹൃത്താണ്, എൻ്റെ സുഹൃത്തല്ല, എൻ്റെ മകൻ്റെ അടുത്ത സുഹൃത്താണ്. ഞാൻ അയാളുമായിട്ട് സംസാരിച്ചു, അയാളുമായിട്ട് സങ്കടം പങ്കുവെച്ചു, അതിൽ പ്രതിഷേധിച്ചു, ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പേരിലാണ് മർദ്ദിച്ചതെങ്കിൽ, ഏതിൻ്റെ പേരിലാണെങ്കിലും മർദ്ദിച്ചവർ ശിക്ഷിക്കപ്പെടണം. അക്കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും എനിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞതിന് വിരുദ്ധമൊന്നുമല്ലത്. ഇതിന് വിരുദ്ധമായ ഒരു വർത്തമാനവും ഞാൻ പറഞ്ഞിട്ടില്ല. ഇസ്ലാമിക ശരീഅത്ത് ഭരണ സംവിധാനം നിലവിലുള്ള ഒരു രാജ്യത്ത് പരിസ്ഥിതി, ദളിത് പ്രേമം, ജനാധിപത്യം, സാമൂഹിക നീതി തുടങ്ങിയവ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന സോളിഡാരിറ്റി പോലൊരു സംഘടനയ്ക്ക് പ്രസക്തിയുണ്ടോ? ഇസ്ലാമിക ഭരണ സംവിധാനം നിലവിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രവർത്തനത്തിനൊന്നും പ്രസക്തി ഇല്ലാണ്ടാവും. കാരണം ഈ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ പ്രവർത്തിക്കേണ്ടി വരുന്നത്. നമ്മളിപ്പോൾ മതേതര ജനാധിപത്യത്തെക്കുറിച്ച് ഭയങ്കര പ്രകീർത്തിച്ച് പറഞ്ഞിട്ട് സമൂഹം അത്ര വികസിച്ചു, നമ്മൾ ഇത്രയും കൂടി ആലോചിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കും, നീതിയെക്കുറിച്ചുള്ള വിശാലമായ സങ്കല്പങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് 3/4 നൂറ്റാണ്ട് പ്രായമുള്ള ഇന്ത്യയിലെ അവസ്ഥ എന്താ? പിന്നെ എന്തുകൊണ്ടാണ് സോളിഡാരിറ്റിയുടെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കേണ്ട? എല്ലായിടത്തും ദളിത് പ്രശ്നവും പരിസ്ഥിതി പ്രശ്നമൊക്കെ പറഞ്ഞിട്ട് ആളുകൾ സമരം ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, നിങ്ങൾ ഈ പറയുന്ന ഒരു സമ്പ്രദായമാണെങ്കിൽ അവിടെ ഇത് വേണ്ടി വരില്ല. വേണ്ടി വന്നാൽ അതങ്ങനെയല്ല എന്നതിൻ്റെ അർത്ഥം. ഉണ്ടെങ്കിൽ സംഘടന ഏത്, ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? അതൊക്കെ ചോദ്യത്തിൻ്റെ അനുബന്ധം. ലോകത്തിൽ മിക്ക രാജ്യങ്ങളിലും ഇസ്ലാമിക ഭീകരവാദം വളർന്നു വരുന്നു. ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കും? അതൊക്കെ ഞാൻ എൻ്റെ വിഷയാവതരണത്തിൽ കുറേ പറഞ്ഞിട്ടുണ്ട്. സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്, ദയവായി ക്ഷമിക്കണം. എല്ലാം ആ ഒരു മനുഷ്യൻ്റെ വംശീയമായ കാഴ്ച. 2-3 സംഗതികളാണ്. ഒന്ന്, വംശീയം. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത് സൂറത്തുൽ ഫാത്തിഹയിൽ റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്, മനുഷ്യരുടെ രക്ഷിതാവ്. അവസാനിപ്പിക്കുന്നതും റബ്ബുന്നാസ് മലിക്കുന്നാസ് ഇലാഹുന്നാസ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. മനുഷ്യരുടെ റബ്ബ്, മനുഷ്യരുടെ മലിക്ക്, മനുഷ്യരുടെ ഇലാഹ്. വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ഈ ഒരു പ്രവണതയിൽ നിന്ന് വിട്ട് അള്ളാഹുവിനെ കുലദൈവമാക്കിയവരാണ് ബഹുഭൂരിഭാഗം മുസ്ലിങ്ങളും എങ്കിൽ എന്താ സംഭവിക്കുക? തീർച്ചയായിട്ടും ഇതിനെതിരായിട്ടുള്ള വമ്പിച്ച വർഗീയമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, എന്തിനാണ് ഇസ്രായേൽ പ്രവാചകന്മാരെ നബി കടന്നെടുത്തിട്ട് ലോകത്തിന് വിട്ടുകൊടുത്തത്? ഇന്നത്തെ ഇസ്ലാമിക ബോധമുള്ളവർ ചെയ്യേണ്ട പണിയും അതാണ്. ISISൻ്റെ അടുത്തും അതുപോലുള്ള മതസങ്കുചിതവാദികളിൽ നിന്നൊക്കെ അള്ളാനെ ഇങ്ങോട്ട് പിടിച്ചെടുത്തിട്ട്, പ്രതീകാത്മകമായിട്ട് പറയുന്നതാണ്, മതത്തെ ഇങ്ങോട്ട് പിടിച്ചെടുത്തിട്ട് ലോകത്തിൻ്റെ അവകാശത്തിലേക്ക് അങ്ങ് വിട്ടുകൊടുത്താൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാകില്ല. ആ എല്ലാ പ്രശ്നങ്ങളും അതോടുകൂടി പരിഹരിക്കും. പിന്നെ മതവിരുദ്ധമായിട്ടുള്ള കുറേ സ്ലൈഡുകളും കുറേ വിഷയാവതരണങ്ങളൊന്നും നമുക്ക് ഉണ്ടാക്കേണ്ടി വരില്ല. അതിൻ്റെ സൗന്ദര്യം നമ്മൾ അനുഭവിക്കാത്തതുകൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത്. അതിൻ്റെ കുറ്റക്കാർ വേറെ ആരുമല്ല, മുസ്ലിങ്ങൾ തന്നെയാണ്. ഇസ്ലാമിൻ്റെ സൗന്ദര്യം മറ്റുള്ളവർ അനുഭവിക്കാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ക്ഷമിക്കണം, ഈ ചോദ്യങ്ങൾ എഴുതി കൊടുത്ത ചോദ്യങ്ങൾക്ക് പകരമായി മറ്റു ചോദ്യങ്ങൾ അനുവദിക്കുന്നതല്ല. ഷമീം തുടരുക, മറ്റു ചോദ്യങ്ങൾ അനുവദിക്കുന്നതല്ല. ISISൻ്റെ പുറകിൽ ജൂതന്മാരാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? ISISൻ്റെന്നല്ല, ജൂതന്മാർ എന്ന് പറഞ്ഞ ഒരു മതവിഭാഗമാണ് കേട്ടോ. അവർ ഒരു മതവിഭാഗത്തെയും ഒന്നിൻ്റെ പേരിലും ആക്ഷേപിക്കാൻ ഞാൻ തയ്യാറല്ല. ജോസഫ് മാഷ കൈവെട്ടിയത് മുസ്ലിങ്ങളല്ലെങ്കിൽ ഗസയിൽ ബോംബിടുന്നത് ജൂതന്മാരുമല്ല. അതുപോലെ തന്നെ ബാബറി മസ്ജിദ് തകർത്തത് ഹിന്ദുക്കളുമല്ല. ഈ കാഴ്ചപ്പാടാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ നമ്മൾ കാര്യങ്ങൾ നേരിടാം. പിന്നെ ഉണ്ടാവുന്നത് ലോകത്ത് വളരെ ഭീകരമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഫാഷിസ്റ്റ് വംശീയ പ്രസ്ഥാനങ്ങളാണ്. അക്കൂട്ടത്തിലൊന്നാണ് സയണിസം. ഈ സയണിസത്തിൻ്റെ ചില ഇടപെടലുകൾ തീർച്ചയായിട്ടും ഒരുപക്ഷെ IS ഉണ്ടായത് അങ്ങനെ ആയിക്കൊള്ളുന്നില്ലെങ്കിൽ പോലും, ഉണ്ടാക്കിയത് അമേരിക്കയാണെന്ന് മറ്റേ സ്നോഡനൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ശരിയോ തെറ്റോ ആവാം, ഞാൻ അതിൻ്റെ പിന്നാലെ ഗവേഷണം നടത്തിയില്ല. പക്ഷേ ഉണ്ടായത്, അതിൻ്റെ പിന്നിലുള്ളൊരു ചേതോവികാരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അറബ് സുന്നി വംശീയതയാണ്. നമുക്കറിയാലോ എൻ്റെ പ്രശ്നം. സദ്ദാം ഹുസൈൻ്റെ കാലത്ത് അറബികളും സുന്നികളുമല്ലാത്ത പിന്നെ ഇറാഖിലെ ഭാഷാ മത ന്യൂനപക്ഷങ്ങളെ വളരെ ക്രൂരമായി പീഡിപ്പിക്കുകയാണ് ചെയ്തത്. ലക്ഷക്കണക്കിന് കുർദുകളെയും ആയിരക്കണക്കിന് ഷിയാക്കളെയും ഒക്കെ കൊന്നൊടുക്കിയിട്ടുണ്ട്. അവസാനം അതൊക്കെ അമേരിക്കയുടെ ആശീർവാദത്തോടുകൂടിയാണെന്ന് നമുക്കറിയാം.
പിന്നീട് സദ്ദാമിനെ മാറ്റി മാലിക് നൂരി എന്ന ഷീ ഗവൺമെൻറ്റിനെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ സുന്നികളോട് വിവേചന നയം കാണിച്ചു. കുറേ പട്ടാളക്കാരെ തന്നെ പിരിച്ചുവിട്ടു. ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള അസംതൃപ്തിയാണ് പിന്നീട് IS അവിടെ വേര് നൽകിയതെന്ന് കാണാൻ സാധിക്കും. പുറമെ മറ്റു തരത്തിലുള്ള വംശീയ വികാരങ്ങളും ഇതൊക്കെ കൂടി ഉണ്ടായിട്ടുള്ള ഒരു തീവ്രവാദം ഉണ്ടാകുമ്പോഴും അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ പശ്ചാത്തലവും കൂടി നോക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഉണ്ടായിട്ടുള്ളൊരു സംഗതിയെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കാൻ ചില രാഷ്ട്രങ്ങളൊക്കെ തയ്യാറാവുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അമേരിക്കയുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ, സയനിസത്തിൻ്റെ വംശീയ താല്പര്യങ്ങൾ, ഇതൊക്കെയും ആ അർത്ഥത്തിൽ അതിനൊക്കെ ധാരാളം തെളിവുകളുണ്ട്. ഒക്കെ വിശകലനം ചെയ്യാൻ എനിക്കിവിടെ സമയമൊന്നുമില്ല. സയനിസത്തിൻ്റെതായ താല്പര്യങ്ങൾ അത് വെച്ചിട്ട് തന്നെ. അതുപോലെ അല്ലെങ്കിൽ നോക്കൂ, നമ്മളിപ്പോൾ ഇവിടുത്തെ തീവ്രവാദികൾ തന്നെ ഉപയോഗിക്കുന്ന RDX, AK-47 ഒക്കെ ഗവൺമെൻറ്റിന് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ എന്നാണ് അന്താരാഷ്ട്ര നിയമം. ഇതെങ്ങനെ ഈ സംഘടനകൾക്ക് കിട്ടുന്നത്? ഏതെങ്കിലും ഒരു ഗവൺമെൻറ് വാങ്ങിച്ചു കൊടുത്തിട്ടല്ലാതെ അവർക്കത് കിട്ടൂല. അതങ്ങനെ അണ്ടർഗ്രൗണ്ടിലൂടെ അതോ ലോകത്ത് കള്ളക്കടത്തായിരുന്നു കൊണ്ടുവരാൻ പറ്റുന്ന സാധനമൊന്നുമല്ല. എന്നിട്ട് ഇവർക്ക് ഇത്രയും ആധുനികമായ ആയുധങ്ങൾ, അപ്പോൾ അവർ സപ്പോർട്ട് ഉണ്ടെന്നുള്ളത് നേരാ എന്ന് കരുതി ഉണ്ടാക്കിയത് അവരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ലെന്ന് പറയാൻ എൻ്റെ അടുത്ത് തെളിവുമില്ല. ഷമീം, നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കേണ്ടതുണ്ട്. ചോദ്യങ്ങൾ വിശദാംശങ്ങൾ ഒഴിവാക്കി മറുപടി പറയാൻ ശ്രമിക്കുക. ക്രിസ്തു മതവും ഇസ്ലാം മതവും സമാധാനത്തിൻ്റെ മതങ്ങളായിരിക്കെ 4 നൂറ്റാണ്ടുകളോളം എന്തിനു വേണ്ടി യുദ്ധം ചെയ്തു എന്നുള്ളതാണ്. ക്രൂസൈഡ് ചരിത്രത്തിൽ ഏറ്റവും എന്താ പറയുക ദുഃഖകരമായ അധ്യായങ്ങളും ഏടുകളുമാണ്. ഞാനിവിടെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലൊക്കെ ഇതിൻ്റെയുള്ള ഉത്തരങ്ങൾ ഉണ്ടെന്നാണ് എൻ്റെ ധാരണ. ക്രിസ്തു മതമായാലും ഇസ്ലാം മതമായാലും മുസ്ലിങ്ങളുടേത് മാത്രമായിട്ടുള്ള ഖുർആനും അള്ളയും ക്രിസ്ത്യാനികളുടേത് മാത്രമായിട്ടുള്ള ബൈബിളും യഹോവയും ഒക്കെ വന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളത് മൗലികമായി മനസ്സിലാക്കുക. വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ബൈക്കിൽ നിന്നൊന്ന് വീണു. അപ്പോൾ എൻ്റെ സഹോദരന്മാരെല്ലാവരും കൂടി വന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇത്രയും വലിയ ഒച്ചയിൽ വീണിട്ട് ഒന്നും പറ്റിയില്ലെങ്കിൽ എല്ലാം ദൈവം കാത്തു, ഇല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞിരുന്നു. എനിക്കൊരു സംശയം, ഈ അപകടം പറ്റിക്കുന്ന ദൈവം അപകടത്തെ ലഘൂകരിക്കുന്ന ദൈവവും രണ്ടാണോ? അല്ല, ഒന്ന് തന്നെയാണ്. അപകടം പറ്റിക്കുന്ന ദൈവവും, അതായത് നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങളുടെ ബൈക്കിൽ കയറലും ഓടലും ഒന്നും ശരിയല്ലാത്തതുകൊണ്ടാണ് അപകടം സംഭവിച്ചത്. എന്നിരിക്കെ നിങ്ങൾക്ക് അത്രേ പറ്റിയിട്ടുള്ളൂ എന്നുള്ളത് പടച്ചോൻ്റെ തീരുമാനമാണ്. അതുകൊണ്ടാണ് പറഞ്ഞ പടച്ചോൻ കാത്തുന്നത്. മനസ്സിലായോ? അല്ലാതെ അപകടം അങ്ങ് പറ്റിച്ചിട്ട് അത് കുറഞ്ഞു പോയി എന്നിട്ട് പടച്ചോൻ കാത്തു, അതല്ല അതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് അത്രേ പറ്റിയുള്ളൂ, കൂടുതൽ ഏതാണ്ട് കിട്ടേണ്ടിയിരുന്നു കയ്യിലിരിപ്പ് വെച്ച് നോക്കുമ്പോൾ. എന്നിട്ടും അത്രേ കിട്ടിയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് കൂട്ടുകാരങ്ങനെ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തമാശ പറഞ്ഞാണ്, ആക്ഷേപിക്കാൻ പറഞ്ഞതല്ല. ബുദ്ധിയുടെ സ്വതന്ത്രമായ വിനിയോഗത്തിലൂടെയും ആലോചനയിലൂടെയും കണ്ടെത്തേണ്ടതാണ് മതം. അത് അടിച്ചേൽപ്പിക്കാനോ അബദ്ധത്തിൽ പെട്ടുപോകാനോ ആകരുത്. തന്നെക്കുറിച്ചുള്ള പ്രാപഞ്ചിക വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് മനുഷ്യൻ്റെ അന്വേഷണങ്ങൾക്ക് തൃപ്തികരമായ മറുപടി പറയാൻ സാധിക്കാത്ത ദർശനങ്ങൾക്ക് മതമാകാൻ അർഹതയില്ല. എന്താണ് ഈ വീക്ഷണത്തെക്കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം? 100% യോജിക്കുന്നു. ബാബരി മസ്ജിദിൻ്റെ തകർക്കലിൻ്റെ അടിസ്ഥാനം അവിടെ രാമൻ്റെ ജന്മസ്ഥലമാണെന്ന വിശ്വാസമാണ്. ഈ പ്രവൃത്തിയെ മറ്റ് ജനങ്ങളോടൊപ്പം മുസ്ലിങ്ങളും അപലപിച്ചിരുന്നു. എന്നാൽ മുഹമ്മദ് നബിയുടെ വെളിപാടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ലേ ബഹുദൈവ വിശ്വാസികളെ ഹറമിൽ നിന്ന് പുറത്താക്കിയത്? അശുദ്ധരെന്ന് മുദ്രകുത്തി ബഹുദൈവ വിശ്വാസികളെ അവരുടെ ആരാധനാലയത്തിൽ നിന്ന് പുറത്താക്കിയതിനെ താങ്കൾ അപലപിക്കുമോ? ഇത് ഹറമിൽ നിന്ന് മുസ്ലിങ്ങളല്ലാത്തവരെ അകറ്റി നിർത്തുന്നത് എന്ത് കാരണത്താലാണ് എന്നെനിക്ക് വ്യക്തമായിട്ടില്ല. ചിലപ്പോൾ ഹറം എന്ന് പറഞ്ഞാൽ നിങ്ങളെ മുസ്ലിങ്ങളല്ലാത്തവർ അങ്ങോട്ട് പ്രവേശിച്ചിട്ടുണ്ടാവില്ല. നിരന്തരം ആളുകൾ വന്നുകൊണ്ട് പോയിക്കൊണ്ട് നിൽക്കുന്ന, സ്ഥിരമായിട്ട് ഉംറയും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുരക്ഷാ കാരണങ്ങളോ മറ്റോ ഒക്കെ ആണോ എന്നുള്ളത് എനിക്കറിയില്ല. അതേസമയം ഖുർആനിൽ പറയുന്ന ബഹുദൈവോപാസകന്മാരും ഹറമുമായിട്ടുള്ള അകൽച്ചയെ ഞാൻ മനസ്സിലാക്കുന്ന ആദർശപരമായിട്ടാണ്. അല്ലാതെ ഒരു വ്യക്തി അവിടെ കാലുകുത്തി കഴിഞ്ഞാൽ അശുദ്ധമായി പോകുമെന്നുള്ള അർത്ഥത്തിലല്ല. അങ്ങനെ മനുഷ്യർക്കാർക്കും അങ്ങനെ ഒരു അശുദ്ധിയുമില്ല. ഏത് പള്ളിയിലും എന്നതുപോലെ ഹറമിലും നിങ്ങളെ കാല് കുത്തിയിട്ട് അശുദ്ധമാകുന്ന സാധനം ഉണ്ടെങ്കിൽ ആ സാധനത്തിൻ്റെ കുഴപ്പമാണ്, നിങ്ങളുടെ കാല് വിശുദ്ധമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേസമയം ഇങ്ങനൊരു നിലപാടുണ്ട്. ആ നിലപാടിൻ്റെ ആധാരം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാത്തതിനെക്കുറിച്ച് എനിക്ക് പറയാനും പറ്റില്ല. പിന്നെ സൗദി ഗവൺമെൻറ്റാണ് പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് നിലപാട് ഞാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. 10-20 വയസ്സ് വരെ കുഞ്ഞിനെ കുഞ്ഞായിരിക്കാൻ അനുവദിച്ചാൽ മതിയെങ്കിൽ അവൻ നന്നായിരിക്കുമെന്ന് താങ്കൾ സൂചിപ്പിച്ചാൽ, അയ്യോ ഞാൻ സൂചിപ്പിച്ചാൽ അത് റൂസോ പറഞ്ഞാണ്. പിന്നെ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ മതം പഠനം നൽകുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഇത് യഥാർത്ഥത്തിൽ പ്രകൃതത്തെക്കുറിച്ചുള്ള വർത്താനാണ്. മനുഷ്യൻ നൈസർഗിക പ്രകൃതത്തിലാണ് ജനിക്കുന്നത്. 20 വയസ്സ് വരെ ഒന്നും പഠിക്കണ്ടെന്ന് അതിനർത്ഥം ഉണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഇത് റൂസോ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞല്ല. ഞാൻ ഈ ഫിത്രയെ വിശദീകരിക്കുമ്പോൾ ഒരാളുടെ ഒരു ഉദ്ധരണി എടുത്തിട്ടേ ഉള്ളൂ. മതസംഘടനകൾ തങ്ങളുടെ ഇതിങ്ങനെ മുഴുവൻ പറയണോ സമയം? മതസംഘടനകൾ തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച്, ഈ ചോദ്യം തന്നെ ഒരു പ്രസംഗം, അതാ പ്രശ്നം.
മതസംഘടനകൾ തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഹദീസുകൾ ഓതുന്നു. തരമനുസരിച്ച് ആയത്തിൽ ദുർബലം ബലം എന്ന് പറഞ്ഞ് തടിയൂരുന്നു. യഥാർത്ഥത്തിൽ ഹദീസ് പ്രമാണമാണോ? ഈ ദുർബല ഹദീസും ഖുർആൻ തൽപര വിശദീകരണങ്ങളും ശ്രദ്ധിച്ചാൽ നിലവിലുള്ള കുഴപ്പങ്ങൾ മതം നിലനിർത്തിക്കൊണ്ട് തന്നെ പരിഹരിച്ചുകൂടെ? ഞാൻ ഹദീസ് ഖുർആൻ എന്ന വിഷയത്തിൽ ഞാൻ നേരത്തെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് മതിയാവുമെന്ന് വിശ്വസിക്കുന്നു. ഖുർആനിൽ പറഞ്ഞ ഖിതാൽ യുദ്ധം തന്നെയാണോ അതോ ആശയയുദ്ധമോ? യുദ്ധമെങ്കിൽ പണ്ട് നടന്നൊരു യുദ്ധകഥ എന്തിനാണ് ലോകാവസാനം വരെ പറഞ്ഞു പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? ഇതിലെ യുക്തി എന്ത്? അത് ഖിതാൽ എന്ന് പറഞ്ഞാൽ പിന്നെ വാക്കർത്ഥത്തിൽ യുദ്ധം തന്നെയാണ്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ജിഹാദ് എന്ന വാക്കിന് യുദ്ധം നല്ല അർത്ഥം. ദൗർഭാഗ്യവശാൽ പിന്നീട് ജിഹാദ് എന്ന് പറഞ്ഞാൽ യുദ്ധമായിട്ട് മാറി, അങ്ങനെ പരിഗണിക്കപ്പെട്ടു. അവിടെയാണ് ഇതിൻ്റെ കുഴപ്പങ്ങളൊക്കെ ആരംഭിക്കുന്നത് എന്നും വേണമെങ്കിൽ പറയാം. പിന്നെ എന്തിനാണ് കഥ പറഞ്ഞ് പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ അത് ബദറായിരിക്കും ഉദ്ദേശിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബദറിനെ സമീപിക്കേണ്ടതും ഒരു യുദ്ധചരിത്രം എന്ന നിലക്കല്ല. അങ്ങനെ ആകുമ്പോൾ ചോദ്യകർത്താവിൻ്റെ ആശങ്ക വളരെ ശരിയാണ്, ഞാനതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതിനപ്പുറം ബദറിന് ഖുർആൻ കൊടുത്ത യൗമുൽ ഫുർഖാൻ എന്നൊരു സ്ഥാനമുണ്ട്. അപ്പോൾ ആ അൽ ഫുർഖാൻ സത്യാസത്യ വിവേചകം, അതിൻ്റെ ഒരു ചരിത്രം, അതുമായി ബന്ധപ്പെട്ട ദർശനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ വാളുകളും യുദ്ധങ്ങളും പിന്നെ പ്രസക്തമേ ആവില്ല. ആശയസമരങ്ങൾ തന്നെയാണ് പ്രധാനം. യുദ്ധം അന്നത്തെ ലോകാംഗീകൃതമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു. ഇന്നും ലോകം അത് നിരാകരിച്ചിട്ടൊന്നുമില്ല, ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് കീഴിലും. താങ്കൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഖുർആൻ പഠിച്ചിട്ടാണ് ഇസ്ലാമായതെന്ന്. താങ്കൾ എത്ര വയസ്സിലാണ് ഖുർആൻ പഠിച്ചത്? ഇസ്ലാം ആകുമ്പോൾ ഖുർആൻ മുഴുവനും പഠിച്ചിരുന്നില്ല. ഞാനിപ്പോഴും ഖുർആൻ മുഴുവൻ പഠിച്ചിട്ടില്ല. ഇസ്ലാം ആകുമ്പോൾ ഖുർആൻ മുഴുവൻ പഠിച്ചിരുന്നു എന്ന് വെച്ചാൽ ഞാനിപ്പോഴും മുഴുവൻ പഠിച്ചിട്ടില്ല. കവിഞ്ഞ അവകാശവാദം വേണ്ടല്ലോ. എൻ്റെ ധാരണകൾ തെറ്റാണെന്ന് കാര്യകാരണ സഹിതം എന്നെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ നിലപാട് ഞാൻ ഉപേക്ഷിക്കും. എൻ്റെ ബുദ്ധിയോടാണ് എനിക്ക് പ്രതിബദ്ധത. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ഇസ്ലാം ആയതുകൊണ്ടല്ലേ ഖുർആൻ വായിക്കാൻ തയ്യാറായത്? അല്ല, ഞാനതൊക്കെ വിട്ടുപോയി ബഹുദൂരം സഞ്ചരിച്ചതാ. അതിനുശേഷം വീണ്ടും വായിക്കണം എന്ന് എനിക്ക് തോന്നിയതാ. ഒരിക്കലും അതായതുകൊണ്ട് ഇത് പഠിച്ചതല്ല. നിങ്ങളുടെ മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയല്ലേ നിങ്ങൾ ഖുർആൻ വായിച്ചത്. എൻ്റെ മാതാപിതാക്കൾ ഒരു വക നിർബന്ധവും അടിച്ചേൽപ്പിച്ചിട്ടില്ല. എൻ്റെ സദസ്സിൽ എൻ്റെ ഉപ്പ ഇരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. വളരെ ജനാധിപത്യവാദിയായിരുന്നു. കാര്യങ്ങൾ പഠിപ്പിക്കാനും പറയാനും ഒക്കെ ശ്രമിച്ചു എന്നതിനപ്പുറം എൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈവെക്കുകയോ എന്നോട് ആ അർത്ഥത്തിൽ അനീതിപരമായി പെരുമാറുകയോ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ ചിന്ത, എൻ്റെ സ്വാതന്ത്ര്യം, എൻ്റെ പഠനം അതിന് വിട്ടു തന്നിട്ടുണ്ട്. ഞാൻ പഠിച്ചിട്ടില്ലെങ്കിൽ അതെൻ്റെ കുഴപ്പമാണ്, പഠിച്ചാൽ അതെൻ്റെ ഗുണമാണ്. ആ അർത്ഥത്തിലാണ് എൻ്റെ ഉപ്പ എന്നെ പരിപാലിച്ചത്. താങ്കൾ പിന്തുടരുന്നത് ഏത് ഖുർആനാണ്? ഉസ്മാൻ കത്തിച്ചതാണോ, ബർമിംഗ്ഹാമിൽ നിന്നും കിട്ടിയതാണോ, ഈജിപ്തിലെ സന്നായിൽ നിന്നും ലഭിച്ചതോ, അല്ലെങ്കിൽ ഉഡായിപ്പ് മലക്ക് പറഞ്ഞ ഖുർആനോ? ഞാൻ വിശ്വസിക്കുന്നതും വായിക്കുന്നതും പഠിക്കുന്നതും മുഹമ്മദ് നബി പറഞ്ഞു തന്ന ഖുർആനിലാണ്. താഴെ പറഞ്ഞിട്ടുള്ള വ്യത്യസ്ത ഖുർആനുകളെ പറ്റി ഞാൻ വായിച്ചിട്ടുമില്ല, അതിനെക്കുറിച്ച് എനിക്ക് അറിയുകയും ചെയ്യില്ല. അറിയാത്തതിനെക്കുറിച്ച് മറുപടി പറയാൻ പറ്റില്ല. ചാർവാകൻ ഈശ്വര നിഷേധിയാണെന്ന് താങ്കൾ പറഞ്ഞു. ഏത് ശ്ലോകത്തിൽ നിന്നാണ് അദ്ദേഹം ഈശ്വരൻ്റെ അസ്തിത്വത്തെ നിഷേധിച്ചതായി താങ്കൾക്ക് മനസ്സിലായത്? ഉദ്ധരിക്കാമോ? ഓർമ്മയില്ല, വായിച്ചിട്ടുണ്ട് ഞാൻ. ചാർവാകൻ ഈശ്വര നിഷേധി അല്ല എന്ന അഭിപ്രായമുള്ള ആരെങ്കിലും തിരിച്ചെന്നോട് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ധാരണ തിരുത്താം. എൻ്റെ ധാരണ അതാണ്. ചാർവാകൻ്റെ സിദ്ധാന്തത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം ഈശ്വര നിഷേധം എന്നുള്ളതാണ്. പിന്നെ ആത്മനിഷേധം, പരലോക നിഷേധം, ഇതൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള നല്ല രസകരമായ വർത്തമാനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ജ്യോതിഷ്ഠോമ യജ്ഞത്തിൽ പിന്നെ പുരോഹിതൻ കൊല്ലുന്ന പശു നേരെ സ്വർഗത്തിൽ പോകുമെങ്കിൽ അയാൾക്ക് എന്തുകൊണ്ട് അയാളുടെ പിതാവിനെ കൊന്നൂടാ, നേരെ സ്വർഗത്തിൽ പോയല്ലോ എന്നൊക്കെ ചാർവാകൻ ചോദിച്ചിട്ടുണ്ട്. നല്ല ചോദ്യമാണ്. ഒന്ന്, ആ പുരോഹിതൻ എന്ന് പറഞ്ഞാൽ വെറും പശു പോലെയാണെന്നും, രണ്ടാമത് ഈ പിന്നെ ഇത്തരം വിശ്വാസങ്ങളെ പിന്നെ പരിഹസിച്ചുകൊണ്ടും. ചാർവാകൻ്റെ നിലപാടാണ്. വിശ്വാസത്തെ പരിഹസിക്കുന്നത് ഞാനല്ല. ഷമീമേനി, നമുക്ക് പരമാവധി ഒരു 5 മിനിറ്റ് കൂടി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനിടക്ക് അത് തീർക്കാൻ ഞാനിത് നിർത്താൻ നേരത്തെ തയ്യാറാണ്. ഒരേ ഖുർആൻ വെച്ച് നിരീശ്വരവാദവും ഈശ്വരവാദവും സ്ഥാപിക്കാൻ സാധിക്കുമെങ്കിൽ ഖുർആൻ പരസ്പര വൈരുദ്ധ്യമുള്ള ഗ്രന്ഥമാണെന്നല്ലേ അർത്ഥം? അല്ലല്ലോ. ഞാൻ പറഞ്ഞതൊരു കഷ്ണം ഇങ്ങോട്ട് വലിച്ചെടുത്താൽ, ഇപ്പോൾ ഉദാഹരണത്തിന് മുസ്ലിങ്ങളുടെ കലിമ ഒരാദർശവാക്യമുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അത് പറഞ്ഞാൽ മനസ്സിലാവും. ലാ ഇലാഹ വെച്ച് കട്ട് ചെയ്താൽ അതിൻ്റെ അർത്ഥം മാറി. ലാ ഇലാഹ എന്ന് മാത്രം വെച്ച് കട്ട് ചെയ്താൽ, 2 ഫ്രേസുകൾ ചേർന്നിട്ട് ആയൊരു സെൻറ്റൻസ് ആണത്. ലാ ഇലാഹ വെച്ച് കട്ട് ചെയ്താൽ അതിൻ്റെ അർത്ഥം ദൈവം ഇല്ല എന്നാണ്. അതിൻ്റെ അപ്പുറം വേറൊന്നും വേണ്ടല്ലോ. ഇസ്ലാമിക ശരീഅത്ത് നിലനിൽക്കുന്ന രാജ്യത്ത് ഒരാൾക്ക് ഇസ്ലാം മതവിശ്വാസം ഉപേക്ഷിച്ച് മറ്റേതെങ്കിലും മതം സ്വീകരിച്ചാൽ ശിക്ഷ എന്താണ്? മുർത്തദ് എന്ന വാക്കിന് അർത്ഥം എന്താണ്? പ്രവാചകൻ്റെ കാലത്ത് ആ ചോദ്യം, ഒരു കാര്യം മാത്രം ഞാൻ പറയാം. അബൂബക്കർ സിദ്ദീഖിൻ്റെ കാലത്താണ് മുർത്തദ്ദുകളുമായുള്ള യുദ്ധത്തിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. അതൊരു രാഷ്ട്രീയ പ്രശ്നമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അബൂബക്കർ സിദ്ദീഖിൻ്റെ കാലത്ത് യുദ്ധം നടന്നത് മുസൈലിമ എന്ന മുർത്തദ്ദുമായിട്ടാണ്. ഈ മുസൈലിമ ഇസ്ലാം മതം ഉപേക്ഷിച്ചതും മുർത്തദ്ദായതും സ്വന്തമായിട്ടൊരു സംഘത്തെ സ്വരൂപിച്ചതും ഒക്കെ നബി ജീവിച്ചിരിക്കുമ്പോഴാണ്. നബി ജീവിച്ചിരിക്കുമ്പോൾ അവർ തമ്മിൽ ആശയവിനിമയം, കത്തിടപാട് വരെ നടന്നിട്ടുണ്ട്. മുസൈലിമയെ കൊല്ലാൻ ആവശ്യപ്പെടുകയോ അദ്ദേഹത്തിനെതിരായിട്ട് എന്തെങ്കിലും ഒരു ഭീഷണി പുലർത്തുകയോ മുഴക്കുകയോ ചെയ്തതായിട്ട് എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല, ചരിത്രരേഖയാണ്. അതേസമയം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിൻ്റെ അബൂബക്കർ സിദ്ദീഖിൻ്റെ കാലത്ത് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി മാറി എന്നുള്ളതാണ്. പിന്നെ അതിന് പുറമെ മുർത്തദ് എന്നൊക്കെ പറയുന്ന ആ ഇർത്തിദ എന്നൊക്കെ പറയുന്ന ആ സാധനം ഉണ്ടല്ലോ, അതിനൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള മാനവും കൂടി ഉണ്ട്. ചിലർ ബദാർഹനാണ് എന്നൊക്കെ പറയുമ്പോഴും അതിനൊരു പൊളിറ്റിക്കലായിട്ടും കൂടി ആ സംവർഗത്തെ എടുത്തുകൊണ്ടാണ് അവരത് പറയുന്നത് എന്നുകൂടി മനസ്സിലാക്കേണ്ടതാണ്. എന്നിട്ടും യഥാർത്ഥത്തിൽ അവർക്കെതിരെ ശിക്ഷ നടപ്പിലാക്കാവതല്ല, ഒരു ഭീഷണിയാകുമ്പോൾ യുദ്ധമാണ് നടന്നത്, അല്ലാതെ ഒരാളെ പിടിച്ചുകൊണ്ട് പോയിട്ട് കൊന്നിട്ടൊന്നുമില്ല. അങ്ങനെ ഇവിടെ ചരിത്രത്തിലുള്ളതായിട്ട് ഞാനറിയില്ല, ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പറയാം. പ്രവാചകന്റെ കാലത്ത് ഏകദൈവ വിശ്വാസം സ്വീകരിക്കാത്ത 700-ൽ പരം ജൂതവിശ്വാസികൾ ഒരു കുഴി ഉണ്ടാക്കി അതിലേക്ക് തള്ളിയിട്ട് പ്രവാചക സാന്നിധ്യത്തിൽ കൊന്നതായി അലി ശരീഅത്ത് ഇത് ഞാനും വായിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കത് മനസ്സിലാവുന്നില്ല, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം യുദ്ധത്തിൽ ഒരാളെ കൊല്ലേണ്ടി വന്നാൽ ഒരൊറ്റ വെട്ടിന് വേദന ഉണ്ടാക്കാതെ കൊല്ലണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ള പ്രവാചകൻ പിന്നെ വേറൊന്ന് ഏകദൈവ വിശ്വാസം സ്വീകരിക്കാത്തതിൻ്റെ പേരിലല്ല, ശിക്ഷാ നടപടി സ്വീകരിച്ചിരുന്നു. ഒരു ഗോത്രത്തെ ബഹിഷ്കരിക്കുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു. അത് സന്ധിയിലായിരിക്കെ സന്ധി വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ശത്രുക്കളുമായി ചേരുകയും മറ്റുമൊക്കെ ചെയ്തതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്. പക്ഷെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നിരാകരിക്കുകയൊന്നുമല്ല ചെയ്യുന്നത്, ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനപ്പുറം പിന്നെ എനിക്ക് വേറൊന്നും പറയാൻ പറ്റില്ല. അലി ശരീഅത്താണ് എഴുതിയത്, ഞാനാണ് പറയുന്നത് വിശ്വസിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ അലി ശരീഅത്ത് എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇസ്ലാം മതപ്രകാരം ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, പ്രപഞ്ചത്തിലെ സർവവും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള അത് ദൈവത്താലാണ്. അങ്ങനെയെങ്കിൽ എന്തിന് ഹിന്ദുക്കളെ നമ്മളുടെ സമയം അതിക്രമിച്ചു പോകുന്നു. ഇനി ചോദ്യം ആർക്കെങ്കിലും ചോദ്യത്തിന് ഉത്തരം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഷമീമിനോട് നേരിട്ട് വന്ന് ചോദിച്ചാൽ ഷമീം ഒരുപക്ഷെ അദ്ദേഹത്തിന് സൗകര്യമുണ്ടെങ്കിൽ അദ്ദേഹം മറുപടി നൽകുന്നതായിരിക്കും. കാരണം അനന്തമായി നമുക്കിത് നീട്ടിക്കൊണ്ടു പോകാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് നമുക്കിതിവിടെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ പിടികൂടരുത്, ഞാൻ ആകെ ക്ഷണിച്ചിട്ടുള്ളത്. എൻ്റെ മെയിൽ ഐ ഡിയും കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ചിലപ്പോൾ സംഘാടകരെടുത്തുണ്ടാവും. തീർച്ചയായും അങ്ങനെ എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ബാക്കി കിടക്കുന്നുവെങ്കിൽ ഷമീമുമായിട്ട് ഇമെയിലിലൂടെ ബന്ധപ്പെടാവുന്നതാണ്. മറുപടി ഷമീം നൽകുന്നതായിരിക്കും. ഇവിടെ സംഘാടകരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഷമീമിൻ്റെ ഇമെയിൽ ID ലഭിക്കുന്നതായിരിക്കും. ഇത്രയും നേരം ഒരു 2:15 മണി മുതൽ 6:45 മണി വരെ 4-4.5 മണിക്കൂർ ഈ സംവാദം കേട്ടിരുന്ന മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഭംഗിയായി ഈ സംവാദം നടത്താൻ സഹായിച്ച എല്ലാവരെയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു.